ഇല്ലടാ. എപ്പ വരുമെന്ന് നമ്മുടെ BP എല്ലാം കൂട്ടുവന്നേ. എന്നാൽ ഡമാമ് പൊട്ടിത്തെറിച്ചു വരുമടാ. എടോ റിപ്പയർ ചെയ്യുന്നതിന് എത്ര ദിവസം വേണമെന്നാ പറഞ്ഞേ? ഇപ്പൊ കണ്ടല്ലോ ഇവൻ ചെയ്തത്. പെട്ടെന്ന് ചെയ്തല്ലോ. ഹലോ, തുറക്കൂ സീസെ കുൽജ സിംസ് എന്നൊക്കെ പറഞ്ഞാലൊന്നും നടക്കില്ല. ഇറങ്ങി ജോലി ചെയ്യണം, അതും സന്തോഷത്തോടെ ചെയ്യുന്നതെന്ന് വെച്ചു. റോക്കറ്റ് വിടുന്ന പോലെ ഈസിയാ. പോയി ബാക്കി ജോലിയൊക്കെ ചെയ്യ്. പോ. കുറച്ച് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പൊ തീർത്തേക്കാം ഞാൻ. ഇവനെ കഴിഞ്ഞ വർഷം ജയിച്ചു സാറേ. കറുപ്പ് താ എനക്ക് മുടിച്ച കളറ്. കറുപ്പ് കണ്ടോടാ, എങ്ങനെ ജിമ്മിൽ പോയി ബോഡി ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കണെന്ന് നോക്ക്. കുലുക്കം ഓവറല്ലടാ. എന്താടാ മൂടിയിരിക്കുന്നേ? കാറിന് കുളിരുന്നോ? ഏയ്, എന്റെ പ്രോപ്പർട്ടിയിൽ ടച്ച് ചെയ്യാതെ ചെയ്താൽ അപ്പൊ നിന്റെ പ്രോപ്പർട്ടിയിൽ ഞാനും ടച്ച് ചെയ്യും. ഏയ്, അറിയില്ലേ? പോടാ. നിങ്ങൾ പോണം മാഡം. എനിക്ക് ഇഷ്ടപ്പെട്ടതും ഈ ലുക്ക് തന്നെയാ. Just 5 more minutes to start the race. റേസ് കഴിച്ചാൽ പൈൽസ് വരുമോ? പുതിയ അറിവാണല്ലോ. ഹലോ, 5 നിമിഷത്തിൽ നിങ്ങളും നിങ്ങളുടെ വണ്ടിയും റെഡി ആവണം, അല്ലെങ്കിൽ വെളിയിൽ പോണം. ആഹാ, ആപത്ത് ആരംഭിച്ചല്ലോടാ. എടുക്കടാ മൊബൈല്, വിളിക്കടാ വേണുവിനെ. ഹലോ വേണു, 5 മിനിറ്റിനുള്ളിൽ റേസ് തുടങ്ങും. ഒരു ചെറിയ വാട്ടർ പ്രോബ്ലം സോൾവ് ചെയ്തു, ഇപ്പം വരാം. വേഗം പാടാ, അല്ലെങ്കിൽ എന്നെ പിടിച്ച് പുറത്താക്കും. പായസം നേട്ടാ. താത്താ, എന്താമേ പൈപ്പ് റിപ്പയർ ചെയ്തല്ലേ ഉള്ളൂ, ചെറിയ കാര്യത്തിനൊക്കെ പായസം വെക്കുന്ന എന്തിനാ? അല്ലടാ വേണു, ഇന്ന് നിന്റെ അച്ഛന്റെ പിറന്നാളാ. ഓ, ശിവദാസൻ സാറിന്റെ പിറന്നാളാ. ആഘോഷിക്കണ്ട തന്നെ. നാട് മുഴുവൻ കടം വരുത്തി വെച്ചിട്ട് പാർട്ടി എസ്കേപ്പ്. വേണു, അങ്ങനെയൊന്നും പറയലടാ. അദ്ദേഹം എല്ലാവർക്കും വാരി കൊടുക്കുമായിരുന്നു. അച്ഛൻ വലിയ ധർമ്മിഷ്ഠനാണെന്നൊക്കെ അറിയാം. 1, 2, 3 ഒന്നിന് 3 കല്യാണം കഴിച്ച് വർഷത്തിലൊന്ന് റിലീസ് ചെയ്ത് സിൽവർ ജൂബിലി ഒക്കെ കൊണ്ടാടിയില്ലേ? അങ്ങനെയൊന്നും പറയല്ല മോനെ. ഞങ്ങളെ എല്ലാം റാണിമാരെ പോലെയാ നോക്കിയിരുന്നത്. നിങ്ങളെല്ലാം റാണിമാരെ പോലെ തന്നെയാ. ഞാൻ മാത്രമേ വേലക്കാരനെ പോലെ ആയുള്ളൂ. ശരി, എനിക്ക് റേസിന് ടൈമായി, ഞാൻ പോകുന്നു. എടാ വേണു, അച്ഛനോട് ആശീർവാദം വാങ്ങിപ്പോടാ. അച്ഛാ, എനിക്ക് റേസിൽ ജയിക്കണം. ജയിച്ച് വലിയ ആളായിട്ട് വരണം, എന്നാലേ കടവലം തീർക്കാൻ പറ്റൂ. അനിയാ, അനിയാ, ചേച്ചി, അനിയാ, എന്തോ അനിയാ, ചേച്ചി, അനിയാ. നിർത്ത്. ഇപ്പോഴെന്താ നിന്റെ പ്രശ്നം? എന്റെ ചേട്ടൻ സിംഗപ്പൂര് പോയടാ. മോളെ സുഖമാണല്ലോ. അതുകൊണ്ട് 1 മാസം ഇവിടെ തങ്ങിയിട്ട് വന്നതാണല്ലേ? അടി. നിന്റെ ചേട്ടൻ സിംഗപ്പൂർ മലേഷ്യയിൽ ഗോപാൽ പൽപ്പിടി കച്ചവടാണോ? ഇതുവരെ ചോദിച്ചില്ലേ നീ? ഏയ്, ബിസിനസ് കാര്യത്തിന് പോയതാടാ. ഭർത്താവ് എവിടെ പോയാൽ എന്താ? പോ, അകത്ത് പോ. ഏയ് വേണു, ആ ഓട്ടോക്ക് 200 രൂപ കൊടുത്തിട്ട് പോടാ. ഓക്കേ, റൈറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജില്ലെன்று കാറ്റ് വന്നത്. What a shame, yeah. എന്താ നിങ്ങളിട്ട ഗെയിമും ഞങ്ങളിട്ട ഷെയിമും ആണോ? പോടി പോ. ആബ്സ്, ഹായ്, ക്യാച്ച് ഇറ്റ് യാർ. come on, zip zap zoom. Look at this car. This is Ranagopal's car. എന്താടാ വണ്ടി ഇനി ഓടാൻ തുടങ്ങിയല്ലോ? ജനങ്ങളൊക്കെ ചിതറി ഓടുന്നുണ്ടല്ലോ. നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ കണ്ടിട്ടല്ല, അകത്തുനിന്ന് ചാടി ഓടുന്ന എലിയെ കണ്ടിട്ടാ അവർ ഓടുന്നത്. നമ്മുടെ ഗണേശൻ ഇവിടെ വന്നവൻ. Race track ഒരു സ്മോൾ എലി. അതൊക്കെ പോട്ടെ. ഈ പെട്ടെന്ന് പേടിയില്ലാതെ പോകുന്നു. ഇതിലും വലിയ പെരിച്ചായി അവള് കണ്ടിട്ടുണ്ട്. Hey, look what a funny vehicle. എന്താ സാർ ഈ തകരടപ്പം മൂടി വെച്ചാണോ ഓടിക്കുന്നേ? അളിയാ, ഇവൻ കഴിഞ്ഞ റേസിൽ ഓടിച്ച് ജയിച്ചവനാ. ബോംബെ ചരക്കിനെ കൂട്ടി വന്ന് നമ്മളെ കളിയാക്കുക. അടുത്ത റേസിൽ മീൻ കയറ്റുന്ന വണ്ടിയിൽ വരുവോ? അവൻ പറയുന്നില്ല, എന്താണ് തെറ്റ്? എന്ത് കണ്ടീഷനിലായി വണ്ടി ഇരിക്കുന്നത്? സാർ, ആള് നോക്കി വണ്ടി നോക്കി വിലയിരുത്താതെ സാർ. ഇത് പല റേസുകൾ കണ്ട വണ്ടി. റേസ് തീരുമ്പോ അറിയാം ഏത് തോൽക്കുമെന്നും ഏത് ജയിക്കുമെന്നും. ട്രാക്കിലേക്ക് വാടാ, I will finish you. സോറി സാർ, എന്റെ ഫ്രണ്ട് വേണു ഓടിക്കുന്നു സാർ.
സാർ വേണുവിന്റെ ഫ്രണ്ടാ ഈ 100 വാങ്ങിട്ട് അവന്റെ പേര് ഏയ് വേണു വേണു യെസ് Looks like Mr. Venezuela's car is in problem. Somehow managing. He looks confident he's okay. He's looking at travel. And personally speaking, I like the sounds of car roaring in. I'm here now. The race is going to start now. 3, 2, 1, go! Excitement starts now. വാടി വാടാ Forward. He's advancing slowly, advancing. Look at the maneuver. Look at that. Look at that. ജയിക്കുമെന്ന് റേസിൽ തന്നെ നമ്പർ 1 ആയി വന്ന് ബമ്പർ പ്രൈസ് അടിക്കാൻ പോകുവാടാ നമ്മളെ വേണു സാറേ ബമ്പർ പ്രൈസ് പറഞ്ഞിട്ട് ബമ്പർ പോയല്ലോ. Good thing they didn't hit on the car or not even right in the stop here. That Mr. Venezuela is doing right stop. Yeah, he's got ഈ വണ്ടി കൊടുത്തിട്ട് പുതിയ ഒരെണ്ണം വാങ്ങാൻ പറഞ്ഞ കേക്കില്ലടാ യെസ് നമ്മൾ ജയിക്കോ സാറേ? അതെന്നോട് ചോദിക്കേ ഉറപ്പായും പ്രൈസ് ഒക്കെ ഇവിടെ വെച്ചാൽ കൊടുക്കൂലേ? വേണ്ടി വന്ന ഡോർ ഡെലിവറി വരെ ചെയ്യുമടാ എന്താടാ പോടാ എടാ വണ്ടി എടുത്തോണ്ട് പോവാൻ പോയി തൊലയടാ എടാ എനിക്ക് പോണെന്ന് പോടാ ഡേയ്. ദാ. സാറേ ഇതാണോ സാറ് പറഞ്ഞ ഡോർ ഡെലിവറി? വായടക്കടാ എന്താ ഓരോരോ പാർട്സായി താഴെ വീഴുന്നേ? അത് ഈ കാറിന്റെ പ്ലസ് പോയിന്റാ വേണ്ടാത്ത പാർട്സ് എല്ലാം ഓട്ടോമാറ്റിക് അത് തന്നെ താഴെ ഇടും നിങ്ങൾ അടിക്കടി ബോയ് ഫ്രണ്ട്സിനെ കളയുന്നത് പോലെ
straight and get a few words from him. Look at this shot with the Russian champion. He looks truthfully beaten by the Red Man. Yeah, beaten old Carl, but he's സാർ ഹെൽമെറ്റ് സാർ ഹെൽമെറ്റ് ഹെൽമെറ്റ് സാർ. എന്താടാ ഞാൻ തോറ്റു എന്ന് കരുതിയോ? ഏയ് ഞങ്ങളുടെ ആള് റേസിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആ വെറും വേണു ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയ വേണു. ഫയർ കാറിന്റെ പുറകിൽ വന്നിട്ട് കാര്യമില്ലടാ. ജയിക്കണമെങ്കിൽ ഫയർ ഇവിടെ ഇവിടെ ഉണ്ടാവണം. മനസ്സിലായോ? ഇനി മുതൽ ആ കാർ ട്രാക്കിൽ ഓടിക്ക്, അടുത്തവന്റെ മുതുകിൽ ഓടിക്കരുത്. വിട് വിട്, പുറകിൽ നിന്ന് ഫയർ വന്നാ മൂലം പൊള്ളും. डंडा डरना डंडन का डरना കുരുവിയുടെ പാട്ട് ഉത്സവമായി മാറ്റ് ഡണ്ടന ഡർന ഡണ്ടന കടർന ഉലകം നീ ജയിച്ചാൽ നിന്നെ ഞാൻ ജയിക്കും അലയായി പുത്തുലഞ്ഞാൽ ഉയരാമേ പിറന്നത് പല വയറിൽ വളർന്നത് തമിഴ് തെരുവിൽ അതിനുമൊക്കെ മേലെ നമ്മൾ അണ്ണ തമ്പിമാർ ഡണ്ടന ഡർന ഡണ്ടന കടർന കുരുവിയുടെ പാട്ട് ഉത്സവമായി മാറ്റ് ഡണ്ടന ഡർന. സ്വന്തം കാലിൽ നിന്നാൽ നാം നേടും നല്ല ഭാവി അൻപുള്ള മനുഷ്യനായി വാഴണം ഈ ഭൂവിൽ മലിനമായ പൊരുളെടുത്ത് ചന്ദനമായി മാറ്റ് നിൻ ശ്വേതമേകും ശമ്പളത്തെ നിർമ്മലമായി കാണ് ആരും പറയുന്നേ കേൾക്കാതെ നേരിൽ കാണാതെ നമ്പാതെ പോയാ പോട്ടെന്ന് വെക്കാതെ വിധി എഴുതും ക്ഷാമത്തെ അന്തിമമായി കാണാതെ ഡണ്ടന ഡർന ഡണ്ടന കടർന കുരുവിയുടെ പാട്ട് ഉത്സവമായി മാറ്റ് ഡണ്ടന ഡർന. ഏയ് മാറടാ, ഏയ് ഇരിക്കണടാ. ഒറ്റയടി നീയടിച്ചാൽ നിരത്തിയടി അടിക്കും എത്ര വഴിയുണ്ടെന്നാലും നല്ല വഴി നടക്കും നെഞ്ചുറപ്പിൻ തേരിലേറി വാനം നീലെ പറക്കും ഈ 5 വിരൽ എപ്പോഴുമേ 1000ആയിരിക്കും എന്നുള്ളത്തിൻ ഭക്തിയെല്ലാം നിന്നിലാ എൻ വീടിന്റെ ഷെൽട്ടറും നീയടാ എൻ വേഗതയ്ക്ക് മുമ്പിൽ ആരുമില്ലടാ എൻ ചിന്തകളിൽ തീ പറക്കും സിംഹത്തിന്റെ വീറടാ ഡണ്ടന ഡർന ഡണ്ടന കടർന കുരുവിയുടെ പാട്ട് ഉത്സവമായി മാറ്റ് ഡണ്ടന ഡർന ഡണ്ടന കടർന ഉലകം നീ ജയിച്ചാ നിന്നെ ഞാൻ ജയിക്കും അലയായി പൂത്തുലഞ്ഞാൽ ഉയരാമേ പിറന്നത് പല വയറിൽ വളർന്നത് തമിഴ് തെരുവിൽ അതിനുമൊക്കെ മേലെ നമ്മൾ അണ്ണ തമ്പിമാർ ഡണ്ടന ഡർന ഡണ്ടന കടർന. ആരടാ നീ ചോദിച്ചത് കേട്ടില്ല? ആരടാ നീ? എന്താടാ ഇത്? ന്യൂ ഇയറിന് വീട് പെയിന്റ് അടിക്കുന്നുണ്ടോ? വീട്ടു സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിൽ വെക്കുന്നു. എടാ വേണു നോക്കടാ, വീട്ടിലുള്ള സാധനം എല്ലാം എടുത്ത് വെളിയിൽ വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ലേ? ചേട്ടാ നിക്ക്, ആരടാ നിങ്ങള്? വേണോ, ഞാനാ എല്ലായിടത്തും വെളിയിൽ വെക്കാൻ പറഞ്ഞത്.
ശിവദാസൻ ചേട്ടന്റെ വീടായത് കാരണം സാധനങ്ങളൊന്നും കേടാകാതെ പതുക്കെ എടുത്തു വെക്കുന്നത്. ആരുടെ വീട്ടിലെ സാധനങ്ങൾ ആര് വെളിയിലെടുത്ത് വെക്കുന്നു? ഇന്നലെ വരെ ഇത് നിന്റെ വീട്, ഇന്ന് ഇത് എന്റെ വീട്. ഡോ എന്താണോ താൻ പറയുന്നത്? ഇവന്റെ അച്ഛൻ ഇവന് വേണ്ടി കൊടുത്തിട്ട് പോയത് ഈ വീടൊന്നു മാത്രമാ. ഈ വീടിന്റെ ആധാരമൊക്കെ എന്റെ കയ്യിലാണല്ലോ തന്നിട്ട് പോയത്. ഏതാ നിങ്ങൾക്ക് വെറുതെ അല്ല മോനെ, 50 ലക്ഷം രൂപ കൊടുത്തിട്ടാ 6 മാസത്തിനുള്ളിൽ പൈസ തന്നിട്ട് ഈ വീടിന്റെ ആധാരം തിരിച്ചെടുത്തോളാമെന്ന് പറഞ്ഞതാ. കാരണം 6 മാസം ഞാൻ ജയിലിലായിരുന്നു. ശിവദാസൻ ചേട്ടൻ ഏതോ ചെക്ക് തന്നിട്ട് പോയെന്ന് നമ്മുടെ പയ്യൻ പറഞ്ഞു. പക്ഷെ ബാങ്കിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ചെക്ക് ബൗൺസ് ആയി പോയി വീണു. അതാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. അച്ഛൻ മേടിച്ച കടത്തിന് മോനം ചെയ്യാനാ ഇങ്ങനെ ചോദിക്കുമെന്ന് അറിയാം, അതുകൊണ്ടാ വിസ്തരിച്ച് ഞാൻ എല്ലാം എഴുതി മേടിച്ചത്. അത് താടോ. എന്റെ അച്ഛൻ മേടിച്ചു, താൻ കാശ് കൊടുത്തു, ഓക്കെ. എന്റെ അച്ഛനിപ്പോ ഇല്ലല്ലോ. പക്ഷെ മോനെ ഞാനില്ലേ, എന്നോട് ചോദിച്ചതാ. കറക്റ്റ് വേണു. ഇപ്പൊ നിന്നോട് തന്നെ ചോദിക്കാം, ഇപ്പൊ എന്റെ പൈസക്ക് എന്താ ഒരു മാർഗം? ഇപ്പൊ തന്നെ പറയാം. ഇനി ഒരാഴ്ചക്ക് എന്റെ കാശ് വീട്ടിൽ വരും. ഓ, നിന്നെ ഞാൻ വിശ്വസിക്കുക. എടാ വാ. 50 ലക്ഷം രൂപയ്ക്ക് എവിടെയാടാ പോകുന്നത്? ഇതുകൊണ്ട് മലേഷ്യക്ക് പോ. ചെക്ക് എന്താ ബൗൺസ് ആയെന്ന് തന്നവനോട് ചോദിക്കേ, എന്നിട്ട് കാശ് കൊണ്ടുപോവാ. എനിക്ക് ആവശ്യം വീടല്ല, പണമാണ്, പണം. വരട്ടെ. ഇതൊക്കെ ആരെ അടുത്ത് അകത്ത് വെക്കാൻ പോകുന്നത്? എടുത്തെടുത്ത് വെക്കാൻ പറ. അതെ, വേണു പറഞ്ഞത് കേട്ടില്ല. എല്ലാ സാധനവും എടുത്ത് വീട്ടിൽ വെക്കേ. ശരി സാർ. അതെ, പണം കിട്ടിയില്ലെന്ന് വെക്കേ, വീട് ലേലത്തിന് വെക്കും ഞാൻ. വരട്ടെ. ഇതിൽ നിന്ന് കിട്ടുന്ന വാടക എന്നാ കുടുംബം കഴിഞ്ഞിരുന്നത്. അതിനും തന്നു നിങ്ങളുടെ ഭർത്താവ് ഒരു പണി. ഗോച്ച ഇൻഡസ്ട്രീസിൽ നിന്ന് 4-5 ചെക്ക് പാസ്സായിട്ടുണ്ട്. 4 ചെക്ക് പാസ്സായി എൻ്റെ അച്ഛൻ പണം എടുത്തിട്ടുണ്ട്. ഈ ഒരു ചെക്ക് മാത്രമാണ് സ്റ്റോപ്പ് പേയ്മെന്റ് ആയിരിക്കുന്നത്. ഒരു പക്ഷെ നിന്റെ അച്ഛൻ മുങ്ങിയ കാര്യം അയാൾ അറിഞ്ഞ് എന്തിന് വേസ്റ്റായി പൈസ ഇടണമെന്നോർത്ത് സ്റ്റോപ്പ് ചെയ്തതാണോ? വിറ്റ്നസ്സായി ചെക്കുണ്ട്. ഇത് വെച്ചിട്ട് മലേഷ്യക്ക് പോയാൽ തീർച്ചയായും പണം കിട്ടും. പക്ഷെ എങ്ങനെയാടാ പോകുന്നത്? അപ്സ്, കാർ റിപ്പയർ ചെയ്ത കാശ് തന്നെ ഭായി വാങ്ങാത്ത വലിയ കാര്യം. ഈ കണ്ടീഷനിൽ കാർ അവർക്ക് തന്നെ വിൽക്കണമെന്നാണോടാ? അതിനല്ലടാ ഞാനുള്ളത്. കാറ് വിറ്റതുപോലെയാകും, കടം തീർത്തതുപോലെയാകും, പിന്നെ നമുക്കും ഒരു എമൗണ്ട് എക്സ്ട്രാ കിട്ടും. ഹലോ, നോ 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 നോ, നടക്കില്ല നടക്കില്ല. 4 ലക്ഷത്തിൽ നിന്ന് ഒരു പൈസ കുറയാൻ പറ്റില്ല. ബോൾട്ട് ടൈറ്റ് ആണ് ബായ്. ഒരു ചുറ്റി എടുത്ത് തലക്കടിക്കും, തീർന്നോളും. ഞങ്ങളുടെ വണ്ടിയാണ് ജയിച്ചതെന്നറിഞ്ഞ് TVS കാർ ചോദിച്ചു, JK ടയർസുകാർ ചോദിച്ചു, MRF കാർ ചോദിച്ചു. പക്ഷെ ഞങ്ങൾ കൊടുത്തില്ല കേട്ടോ. കാരണം ഈ വണ്ടി വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് വെള്ളം അടിക്കാൻ. അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്കില്ല. പിന്നെന്താണോ റേസ് കാറിന് ഇങ്ങനെയാണോ വില പറയുന്നത്? ഇതെന്തോ കടൽ തീരത്ത് കപ്പലിന്റെ കച്ചവടം പോലെയുണ്ട്. വാടാ വാ ബായ്. 4 ലക്ഷത്തിന്റെ ഒരു പൈസ കുറയില്ലെന്നാ ഞാൻ പറഞ്ഞത്. അവനത് 3 ലക്ഷത്തിന് ചോദിക്കുന്നു. നല്ല വിലയല്ലായിരുന്നോ? കൊടുക്കാൻ പാടില്ലായിരുന്നോടാ? ഇപ്പൊ പറഞ്ഞില്ലേ 3 ലക്ഷം. ഓക്കെ, കാർ തന്നേക്കാം, എമൗണ്ട് തന്നു വിട്ടേര്. ഏത് ഈ ഡബ്ബയാ? എന്താ ബൈ ഡബ്ബാന്ന് പറയുന്നേ? വാട്ട് ഡു യു മീൻ? എടാ വേണു, ഈ കാറിൽ നിന്നെ റേസി ജയിപ്പിച്ചത് ഏത് സാധനവും 4 ദിവസം ഇടപെടിക്കാതെ അത് നമ്മുടെ കുടുംബത്തിലെ അംഗമോ? എന്തിനധികം ആ കിടക്കുന്നില്ലേ ആ സെന്റിമെന്റ്സ് 50 വർഷമായിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. വേലക്കാരെടുത്ത് 50 വർഷത്തെ സെന്റിമെന്റ്. അംബാസഡറിന്റെ കാര്യമാടാ. മലേഷ്യയിലുള്ളൊരു തന്നെ അച്ഛൻ പൈസ കൊടുക്കാനുണ്ട് ബൈ. അത് വാങ്ങാൻ ഉടനെ മലേഷ്യക്ക് പോകണം, ഇല്ലെങ്കിൽ വീട് ലേലത്തിൽ പോവും. മലേഷ്യക്ക് പോകണമെന്നോ? അതിന് തന്നെ കാർ വിൽക്കുന്നേ? കുരുവിയായിട്ട് പോകാവോ? കുരുവിയോ? കുരുവി എന്ന് പറഞ്ഞ മോശപ്പെട്ട ജോലിയൊന്നും അല്ല. ആ നാട്ടിൽ നമ്മുടെ ആളുകൾ ഒരുപാട് പേരുണ്ട്. അവർക്ക് ആവശ്യമുള്ള തുണികള്, പഴങ്ങള്, അതുപോലുള്ളവ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകും. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഗുഡ്സ്, സെന്റ്, ഇതെല്ലാം അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരും. ആരെയോ കാണുമെന്ന് പറഞ്ഞല്ലോ, അവരെ കാണാനും പറ്റും, ഞങ്ങൾക്ക് പൈസയും കിട്ടും. പോകുന്നോ? ഓക്കെ ബൈ, ഞങ്ങൾ കുരുവിയായി പറക്കുന്നു. Penerbangan Malaysian Airlines MH182 dari Kuala Lumpur ke London akan berdepas sebentar lagi. Terima kasih. എന്താണ് ആരോ ഒന്ന് പിക്കപ്പ് ചെയ്യുമെന്ന് ഭായ് പറഞ്ഞായിരുന്നല്ലോ. ചേട്ടാ, അത് കുരുവികളാണോ നോക്ക്. അതെയോ? ഏയ് കുരുവി, ചിട്ടുക്കുരുവി, കുരുവി, ഇവനായിരിക്കും ചിട്ടുക്കുരുവി. തിരിച്ചു പാട്ട് പാടാ. മാമ്പഴമാ മാമ്പഴോ മൽഗോവ മാമ്പഴോ സേലത്തെ മാമ്പഴോ ഇത് താനടാ. റബ്ബർ വായി തുറന്നല്ലോ, നാക്ക് പുറത്ത് കണ്ടല്ലോ. നിങ്ങളാണോ വായി വിട്ട കുരുവി? അതെ അതെ. എന്താ പാട്ടൊക്കെ പാടി നോക്കി നിന്നെ? നിങ്ങളെ കണ്ടുപിടിക്കണ്ടേ? വലിയ വാസ്കോഡ ഗാമ ഒരു ബോർഡ് എഴുതി വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ വന്ന് സംസാരിക്കുമായിരുന്നില്ലേ? ശരി ശരി, വാ പോ. ഒരു നിമിഷം, നന്നായി ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നല്ലോ. അതെ സാർ. നിറയെ ഓട്സ് കഴിക്കും. നിറയെ ഓട്സ് കഞ്ഞി കെല്ലോഗ്സ് കഴിക്കുമോ എന്താ ചോദിച്ചേ? ചേട്ടാ, മാമ്പഴവും പട്ടസാരി എല്ലാം ആവശ്യത്തിനുണ്ട് ചേട്ടാ. ശരിയാടാ, ഏതോ കാർ ആയിട്ട് ഒരു ചോദിച്ചല്ലോ, കൊടുത്തേ. പോകുന്ന വഴിയിലാണ് ബുക്ക് ബിന്ദോങ്ങുള്ളത്. ബുക്ക് ബിന്ദോങ്ങോ?
അവിടെയാണ് പാണ്ട് ലോഡ്ജ് ഉള്ളത്. അവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്. അവിടെ ഇറക്കി വിടാം. വൈകുന്നേരം ടിക്കറ്റും ചരക്കും വരും. ഓക്കെയാ? അതല്ല ഓക്കെ. ഈവനിങ് എങ്ങനെ എന്നുവെച്ചാ അയ്യോ എന്താ അവനെ വിളിച്ച പോലെ ദേഷ്യപ്പെടുന്നേ? ഞങ്ങൾ മലേഷ്യയിൽ ആദ്യമായിട്ടാ. ഈ അഡ്രസ് എവിടാന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. എന്താ അഡ്രസ് ഒന്ന് വായിച്ചേ. റൈറ്റ് ലൈൻ ഇൻഡസ്ട്രീസ്. അതെ, റൈറ്റ് ലൈൻ ഇൻഡസ്ട്രീസ്, നമ്പർ 17 ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോർ, ജലൻ സമുദ്ര സ്ട്രീറ്റ്, സമുദ്ര സ്ട്രീറ്റ്, കോലാലംപൂർ. കോലാലംപൂർ ആയിക്കോട്ടെ. ആളുടെ പേരില്ലേ? ഗോച്ച. ഗോച്ചായോ? ഗോച്ചായ കാണാൻ നിങ്ങൾ എന്തിനാ പോകുന്നേ? അല്ല, അയാൾ എന്റെ അച്ഛന് കുറച്ച് കാശ് കൊടുക്കാനുണ്ട്. ഗോച്ചയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ പോകുന്നു. എടാ ദ്രോഹികളെ, സ്റ്റോപ്പ് ദ കാർ. നിങ്ങൾ പറഞ്ഞ അഡ്രസ് ഒരുപാട് ദൂരെയാ. ഗോച്ചയുടെ ക്ലബ്ബ് ദാ ഇവിടെ തന്നെ. അടുത്തെന്ന് പറഞ്ഞാ എവിടെയാണ്? ആകാശം മുട്ടുന്നതാ ഗോച്ചയുടെ ക്ലബ്ബ്. ആകാശം മുട്ടുന്നതിരിക്കട്ടെ, നിനക്ക് മുള്ളാൻ മുട്ടുന്നുണ്ടോ? ആട്ടെ, നിന്റെ കാലത്ത് ഇങ്ങനെ ആടുന്നേ? ഡാൻസ് ക്ലാസ്സിൽ പോവാ സാർ. ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്താലേ അവിടെ പോയി കളിക്കാൻ പറ്റൂ സാർ. പോട്ടെ സാർ. അപ്പൊ ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റ് അങ്ങോട്ട് ചെല്ലേ, അവര് തന്നെ തരും. വേഗം വാടാ, വണ്ടി എടുക്കടാ. എന്റെ ഈശ്വര, എന്റെ ജീവൻ തിരിച്ചു കിട്ടി. അതെന്താ പുതിയതായിട്ട് ഡാൻസ് ക്ലാസ്സിൽ പോന്ന് പറഞ്ഞേ? പിന്നെ അവരുടെ കൂടെ പോയി ഗോച്ചയെ കാണാൻ പറയുന്നടാ. അഡ്രസ് ചോദിച്ചു തന്നാലേ ആളെ തട്ടിക്കളെന്ന ഗ്രൂപ്പാടാ അവര് പൈസ തിരിച്ചു ചോദിക്കാൻ പോകുന്നു. അവൻ ഗോച്ചയല്ലടാ, മലേഷ്യൻ ഭാഷ. മതി ചേട്ടാ. ഏയ്, അങ്ങോട്ട് കുടിക്കടാ. അളിയ ഒഴിക്ക്. ചക്കരല്ലേ കുടി. എന്തിനാ ചേട്ടാ എന്നെ ഇങ്ങനെ കുടിപ്പിക്കുന്നത്? എന്നാലല്ലടാ വേദന അറിയാതിരിക്കൂ. ഡയമണ്ട്, ബ്ലഡ് ഡയമണ്ട്. ഇത് സൗത്ത് ആഫ്രിക്കയിൽ മാത്രമേ കിട്ടൂന്ന് എല്ലാവരും പറയും. എന്നാൽ കേരളത്തിലെ കൊച്ചിയിലും കിട്ടും. ഇത് ഞാനും നിന്റെ ചേട്ടനും ഗവൺമെന്റ് അറിയാതെ കടത്തിക്കൊണ്ടിരിക്കുക അളിയ. എടാ ദ്രോഹികളെ, ബാറിൽ എനിക്ക് ജോലി തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെ കൈക്കുള്ളിൽ ഇത്രയും കുടിച്ചിട്ട് ബോധത്തോടെയല്ലേ സംസാരിക്കുന്നത്? പിന്നെന്ത് ചെയ്യും അളിയ? അപ്പൊ നമുക്ക് പോവാം. പോയിക്കോ, ഞാൻ അവിടെ കണ്ടിട്ട് വരാം. ശരി, വേഗം കണ്ടിട്ട് വാ. ഓറഞ്ച് എന്നടാ? ഗോച്ച ജ്യൂസ് കട നടത്തുന്നു. ഹായ്, ഡ്രംസ് ശിവമണി എനിക്ക് കൊടുത്താ. എന്താണ് കക്കൂസി പോണ 20 രൂപയോ? ഞാൻ മലപ്പുറത്ത് പോയിക്കോളാം. No, we go meet Gocha. ഒരു പെണ്ണില്ലാതെ അകത്തോട്ട് വിടുന്നില്ലല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എടാ, നീ പീറ്ററിൽ വീക്കാണ്. പിന്നെ എങ്ങനെ ഈ മാറ്റർ ഒപ്പിച്ചു? സത്യം പറഞ്ഞു. അതേടാ, സത്യം പറഞ്ഞ എനിക്കായ ഒരു ഊട്ടി ആപ്പിൾ തന്നെ ഉരുട്ടിക്കൊണ്ട് വന്നു. നിനക്ക് ഞാൻ എങ്ങനെ നന്ദി പറയൂടാ? ഇവിടെ നിനക്കല്ല, എനിക്കാ. കപ്പിൾസ് വരട്ടെ. സാർ, Someone is calling you. നമസ്കാരം. മലപ്പുറത്തുനിന്ന് വരുവാ. വേണുഗോപാൽ ഇൻഡസ്ട്രീസ് മലപ്പുറത്തുനിന്ന് വരുവാ. അതിനെന്താപ്പോ? അല്ല, നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് എന്റെ അച്ഛനൊരു 50 ലക്ഷം രൂപ പണം തരാനുണ്ട്. 10 വർഷം കഴിഞ്ഞിട്ട് വാ. ഉണർത്തവണ അണ്ണാ. അണ്ണാ, എന്താടാ? വീസ 2 ദിവസത്തേക്കേ ഉള്ളൂ. അതിനുള്ളിൽ കാശ് വാങ്ങി നാട്ടിലേക്ക് പോകണം. കുടുംബവും സ്ത്രീകളും എല്ലാം വഴിയാധാരമായി. വീട് ജപ്തിയും ചെയ്തു പോയി. ഒരേ ഒരു കാര്യം ഗോച്ച സാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ. ഇതാണ്, ഇത് നോക്ക് എവിഡൻസ് എല്ലാം ഉണ്ട്. എൻ്റെ അച്ഛൻ്റെ പേര് കൊടുത്ത ബൗൺസ് ആയ ചെക്ക്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം ഉണ്ട്. ഇതാ നോക്ക്. എന്താ സാർ കീറിക്കളഞ്ഞത്? ഏയ്, നീ ആരാന്നേ എനിക്കറിയില്ല. ഓടാ സാർ, പൈസ വാങ്ങാതെ. ഓടാ. ഓ, ഓടാ.
അനിയ പൊയ്ക്കോ. കേട്ടില്ലേ? പൊയ്ക്കോ അനിയ, പൊയ്ക്കോ. പോടാ പോ. നോക്കാതെ പോടാ, പോടാ. എന്താ മൂഡ് ഔട്ടായി വരുന്നേ? ഏയ് ഗോച്ച എന്ത് പറഞ്ഞടാ? പൈസ തന്നോടാ? നീ ചെക്ക് കാണിച്ചോ? പറ, അവിടെ എന്താ സംഭവിച്ചേ? രണ്ടിലൊന്ന് തൊട്. ഏയ് എവിടാ നീ മാത്രം പോണേ? വേണു, രണ്ടുപേരിൽ എന്താ ഉദ്ദേശിച്ചേ? ഒന്ന് നീതി, ധർമ്മ, ന്യായം. അപ്പൊ രണ്ടാമത്തേത്? അടി ഇടി കുത്ത്. ഞാൻ തൊട്ടത് രണ്ടാമത്തെ. അയ്യോ, വേണു വേല ആരംഭിച്ചല്ലോടാ. എന്താളെ എപ്പോഴും അവിടെ ഉണ്ടോ? നിങ്ങൾ നാട്ടിലേക്ക് കൊടുത്തു വെച്ച കമ്പനി ചെക്ക് ഒരുത്തൻ ബൗൺസ് ആയെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. ആരാവൻ? ഏതോ ശിവദാസന്റെ മോനാ. എന്നാ എന്റെ മകൻ വരൂടാ. ഞങ്ങളൊക്കെ ഇവിടെ കുടുങ്ങിയെന്ന് എന്നവൻ അറിയുന്നോ അന്ന് നിന്റെ അങ്കാവടിയാടാ. ശിവദാസന്റെ മോനോ? എവിടാ അവൻ? ഇന്ന് 50 ലക്ഷം ചോദിച്ചപ്പോ നാളെ അവന്റെ അച്ഛൻ എവിടെ ചോദിച്ചാൽ എന്ത് പറയോടാ? അവൻ എവിടെ ഉണ്ടെങ്കിലും തേടി പിടിച്ച് കൊന്നുകളഞ്ഞേരെ. എന്താ വഴിക്ക് തിരിച്ചു പോന്ന് വിചാരിച്ചോ? തിരിച്ചു പോകുന്നവനല്ലടാ, തിരിച്ചു കൊടുക്കുന്നവൻ. ബോസെ, നീ തന്നെ വിളിക്കണോ അതോ ഞാൻ വിളിപ്പിക്കണോ? ഏയ്, നമ്മുടെ സംസാരം മാത്രമേ സൈലന്റ് ആയിട്ടുള്ളൂ, പക്ഷെ അടി സറ വെടി കൊണ്ടാ നീ നിന്ന് കറങ്ങും. കേട്ടടാ ഫോൺ? വിളിക്കടാ അവനെ. എന്താടാ കാലിയാക്കിയോ? എന്താടാ ഏതോ വീട് കാലിയാക്കുന്ന പോലെ ചോദിക്കുന്നേ? നിന്റെ അളിയനെ ക്ലബിലിട്ട് പൊളിച്ചടുക്കിയിട്ടുണ്ട്, വന്ന് എടുത്തോണ്ട് പോടാ. നീ കാശ് കൊടുക്കാനുള്ള ശിവദാസനില്ലേ, അദ്ദേഹത്തിന് ജനിച്ച മോനാടാ. ഏയ് ഗോച്ച, ഇതാണ് നീ കടം കൊടുക്കുന്ന സ്റ്റൈല്? മുതല് മാത്രം വാങ്ങിട്ട് പോവാന്നാ വിചാരിച്ച, പക്ഷെ ഇനി പലിശ മേടിച്ചിട്ടേ പോകുന്നുള്ളൂ. വണ്ടി നിർത്താൻ.
എന്റെ ഏരിയയിൽ വന്ന് എന്റെ അളിയനെയും ആളുകളും തള്ളിയിട്ട് പോയേക്കുന്നു. എന്ത് ചെയ്യാറുണ്ടോ നിങ്ങള്? എന്ത് ചെയ്യാറുന്ന? എവിടാ ഗുണ? സാർ അത് നമ്മുടെ ഗുണയെ പോലില്ലേ? അവന്റെ അച്ഛൻ പറഞ്ഞു മോൻ വരുമെന്ന്. അച്ഛൻ നല്ലവൻ, ഇവൻ കെട്ടവൻ. ഡേഞ്ചറാടാ, ഡേഞ്ചർ ഡേഞ്ചർ എന്ന് പറഞ്ഞല്ലേ? പോയി അവനെ കൊല്ലാൻ നോക്കടാ. പോൻ സാർ അവനിവിടെ ഇല്ല സാർ. ഹലോ സാർ കോലാലംപൂർ മുഴുവൻ തിരഞ്ഞവനെ എവിടെയും കണ്ടില്ല. ഓടാ പന്നി, അത് പറയാനാണ് ഫോൺ വിളിച്ചത്. കണ്ടുപിടിച്ച് കൊന്നു കളഞ്ഞ് തിരിച്ചു പോരെ, ഇല്ലെങ്കിൽ ആ വഴിക്ക് പൊയ്ക്കണം. കിട്ടില്ല എങ്കിൽ അവനെ ഞാൻ തന്നെ കൊല്ലും. അല്ലയാ, നമ്മുടെ ആളുകളെ വിട്ട് കോലാലംപൂരിൽ നിന്ന് അവൻ എവിടെയും പോകാൻ പറ്റില്ല. ന്യൂ ഇയർ പാർട്ടിക്ക് സമയമാകുന്നു. വാ പോവാം. നമ്മളെ പറ്റിയാ സംസാരിച്ചിട്ട് പോയത് അറിയുമോ? അതെ അതെ. എന്ത് കഥ. ഒരു ഹാഫും ഹാഫ് ബോയിലും ഉണ്ടായിരുന്നെങ്കിൽ നാട്ടിൽ തന്നെ ന്യൂ ഇയർ സൂപ്പറായി ആഘോഷിച്ചേനെ. മലേഷ്യയിൽ ചുറ്റിക്കറങ്ങാൻ വാ, വെള്ളമടിക്കാൻ വാ എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ നോക്ക്, നമ്മളെ തന്നെ ആളെ വിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പേടിക്കാതടാ, ഈ പുതുവർഷം പിറക്കാൻ പോകുന്നതിന് നമുക്ക് വേണ്ടിയാ. ചോക്ലേറ്റ് വാങ്ങി തരുമല്ലോ. ഏയ് ഊരിയ പറഞ്ഞ എന്തിനാ ഡാൻസ് കളിക്കുന്നേ? ചൂരി ഊരിയോ? വരുന്നില്ല. ഇല്ല എന്താടി ഇത്? എന്താണെന്നോ? എല്ലാ അലങ്കാരമായല്ലോ. എന്നടാ പറ്റിയേ? ചേച്ചിക്ക് മോതിരം ഇഷ്ടപ്പെട്ടില്ല, ഊരാൻ പറഞ്ഞു. പിടിച്ചൂരിയപ്പോ വീണു. മോതിരം ഊരി എറിഞ്ഞ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മുടങ്ങോടി. ദൈവം തമ്പുരാൻ വന്നാലും ഈ കല്യാണം മുടങ്ങില്ല. ജനുവരി 4-ാം തീയതി നീയും സൂര്യൻ തമ്മിലുള്ള കല്യാണം നടന്നിരിക്കും. എനിക്ക് അവനെ ഇഷ്ടമല്ല. ഇഷ്ടമല്ല വേണ്ടാന്ന് നിന്റെ ചേട്ടനോട് പറയാൻ പറ്റുമോ? പറ്റില്ലടി. അവനെ കണ്ടിട്ടില്ലേ? തണ്ണി, ഡ്രഗ്സ്, എപ്പോഴും കയ്യിൽ ഒരു ഗണ്ണും ഉണ്ടാവും. ആ റൗഡിയെ കല്യാണം കഴിച്ചിട്ട് ഞാൻ എങ്ങനെ സന്തോഷമായിട്ടിരിക്കും? ഇങ്ങോട്ട് നോക്ക്. ഞാൻ കല്യാണം കഴിക്കുമ്പോ നീ ചെറിയ കുട്ടിയാ. എത്ര സങ്കടം വന്നാലും നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ സങ്കടമൊക്കെ പറക്കും. നീ എന്നെ ചേച്ചിന്നാ വിളിക്കുന്നേ, പക്ഷെ എനിക്ക് നീ മോളെ പോലെയാ. നീ നന്നായിരിക്കണം. ഒട്ടും വൈകിട്ടില്ല. നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ വിളിച്ചോണ്ട് ഓടിപ്പിക്കോ. ഞാൻ നിന്റെ ചേട്ടനെ സമാധാനിപ്പിക്കാം. അത് നടക്കില്ല. ഗോച്ചയുടെ അനിയത്തിയെ കൊണ്ട് ഓടിപ്പോകാൻ ഇനി ഒരുത്തൻ ജനിക്കണം. ദേവി, വേഗം ഡ്രസ്സ് മാറിയിട്ട് താഴേക്ക് വരാൻ നോക്ക്. നിന്റെ ചേട്ടൻ താഴെ കാത്തിരിക്കുന്നു. പുള്ളിയോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട. വാടാ, ഇങ്ങനെ ഒരെണ്ണം. അവരൊക്കെ പാന്റിന്റെ പോക്കറ്റിൽ തോക്കുകൊണ്ടാ നിൽക്കുന്നത്. അവര് കാണുന്നതിന് മുമ്പ് ഓരോ പെഗ് വീതം അടിച്ച് നമുക്ക് കുരുവിയായി തന്നെ പറക്കാം. കാശില്ലാതെ പോകാൻ പറ്റില്ലടാ. കാശില്ലാതെ വേണമെങ്കിലും പോകാം, പക്ഷെ ജീവനില്ലാതെ പോകാനേ പറ്റില്ല. ഒന്നുകൂടി ആലോചിക്കേ. ശരിക്കും ആലോചിച്ചു. അപ്പൊ എസ്കേപ്പ് ആകുമല്ലോ. നമ്മൾ ആരാണെന്ന് അറിഞ്ഞാലേ. സൂപ്പറാണോടാ? ഓക്കെ അല്ലേ? എന്ത് ഓക്കെ? ഡ്രസ് ഓക്കെ, ഫേസിന് എന്ത് ചെയ്യും? അത് ശരിയാണ്. അതൊന്നും നോക്ക്. ആ കറുത്ത മണ്ണ് നോക്ക്. നമ്മുടെ സ്വന്തം മലേഷ്യയിൽ അത് തേച്ചിട്ട് അഡ്ജസ്റ്റ് ആകാം. ഡൺ. നല്ല ഐഡിയ. ഫസ്റ്റ് ഐഡിയ തന്നത് ഞാനാ. ഞാൻ തന്നെ ഫസ്റ്റ് അപ്ലൈ ചെയ്യും. മച്ചാ, ഈ ഡ്രസ്സിന് മാസ്ക് സൂപ്പർ ആയിട്ടില്ലേ? നിനക്ക് ഈ ഗെറ്റപ്പ് സൂപ്പർ ആയിട്ടുണ്ട്. നിനക്കിത് എവിടെ നാടാ? ചിലതൊക്കെ തനിയെ വരുവടാ. അബിറാമി, എനക്ക് കിട്ടേണ്ട നല്ലതൊക്കെ അവന് കിട്ടുന്നല്ലോ. എനിക്ക് മാത്രം ഈ അഴുക്ക് കിട്ടി. എനിക്ക് ഈ മുഖം വേണ്ട. ആൽക്കഹോൾ ഒറിജിനൽ ആടാ. നീ നിന്റെ ട്രാക്കിൽ പോ, ഞാൻ എന്റെ ട്രാക്കിൽ പോകാം. ഓക്കെ അല്ല? ഡിയർ ഫ്രണ്ട്സ്,
എന്റെ സിസ്റ്ററിന്റെ എൻഗേജ്മെന്റ് കൊച്ചിയിൽ നടന്നത് കാരണം നിങ്ങൾ ആരെയും ക്ഷണിക്കാൻ എനിക്ക് പറ്റിയില്ല. സോ ഈ ന്യൂ ഇയർ സെലിബ്രേഷൻ നിങ്ങൾക്ക് ഒരു ട്രീറ്റ് ആണ്. എൻജോയ് യുവർസെൽഫ്. കൺഗ്രാറ്റുലേഷൻസ്. എല്ലാരും നോക്കുന്നു നിന്നെ. സോറി. അയ്യോ ഇവളാരടാ? ഇതിന്റെ ചൊറിച്ചിൽ സഹിക്കാൻ പറ്റണില്ലേ? അയ്യോ എന്തിനീ മനുഷ്യക്കുറങ്ങി എന്നെ തന്നെ നോക്കുന്ന? മനസ്സിലാക്കിയോ അവൻ? നിക്ക്. പെണ്ണുങ്ങളും ലിക്കറുമുണ്ട്. അവൻ അവിടെ പോയെന്ന് അറിയില്ലല്ലോ. പുട്ട് വൺ ഡ്രിങ്ക് ഫോർ മീ. ആ കാട്ടുപന്നിക്ക് കൊടുക്കണം. നീയോ? ഞാനാണെന്ന് തോന്നുന്നു. നീ എവിടെടാ പോയി തോന്നുന്നേ? എന്നെ ഒരു പെണ്ണ് ഫോളോ ചെയ്യുന്നടാ. നിന്നെ ഒരു പെണ്ണാ ഫോളോ ചെയ്യുന്നേ. എന്നെ ഒരു മനുഷ്യ കുറഞ്ഞ് അയ്യോ വന്നെന്നോ? ഈ വിദ്യ എനിക്ക് അറിയാതെ പോയല്ലോ. എനിക്ക് ഒരു ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കാനാണോടാ എന്നെ വരട്ടിയത്? ഈ സെൽഫോണിൽ ക്യാമറ വെക്കുന്നത് ആദ്യമേ നിർത്തണമടാ. നിന്റെ ഫോട്ടോ തന്നെ നിന്റെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യട്ടെ? 1 2 3. ഒരു സ്മോൾ കഴിക്കാൻ പോലും സമ്മതിച്ചില്ലല്ലോടാ. പറയ് ഭായ്. മലേഷ്യ ചെന്ന ഉടനെ ഫോൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തോടാ കഴുതകളെ. നിങ്ങൾ പറഞ്ഞ കുരുവികളോട് നിങ്ങൾക്ക് എന്തൊരു സ്നേഹമാണ് ഭായ്. നാളെ എന്റെ മോന്റെ റിസപ്ഷനാ. അവിടെ തന്നുകൂടെ സാധനങ്ങൾ കൊണ്ടുപോടാ. ഉറപ്പായിട്ട് കൊണ്ടുവരാൻ ഭായ്. എവിടെ? തൃപ്പൂണിത്തറ ഹിൽ പാലസ് അല്ലേ? നിങ്ങൾ മാത്രം വന്നിട്ട് കാര്യമില്ല, സാധനങ്ങൾ കിട്ടണം. ഞങ്ങൾ വന്നാലും സാധനങ്ങൾ എന്തായാലും വരും ഭായ്. വേണു, നിന്റെ അടുത്ത് ഫോളോ ചെയ്യുന്നു പറഞ്ഞല്ലോ. അത് ആ പെണ്ണാണോ? അളിയൻ അവിടെ നിൽക്കുന്നു, നീ ഇവിടെ ഡാൻസ് ചെയ്യുന്നു. അയ്യോ, ഇവൾ അച്ഛയുടെ ഗുനിയത്തിയാണല്ലോ. എന്താന്ന്? ഗോച്ചയുടെ അനിയത്തിയാണല്ലോ. ഹലോ, എവിടോട്ടാടാ ഈ പോകുന്നേ? ഈ വഴി. ഇവിടെയോ? ഓക്കെ. ഇത് ഏതാടാ സ്ഥലം? സ്ഥലം ഏതായാലും എന്താടാ, വെളുക്കുവോളം വെള്ളമടിച്ചിട്ട് പോവാലോ. ആര് വരുന്നു? അയാളുടെ ആളുകളായിരിക്കും. അയ്യോ, ഇനി നീ അകത്ത് വന്നില്ലേ? ഗോച്ചാടാ, ഗോച്ച. ഇതുവരെ മാർക്കറ്റിൽ വരാത്ത ഡയമണ്ട്. ഇതിന്റെ മതിപ്പ് 6.4 crores. ഏയ്, എന്തെയ്യുമെന്ന് ചോദിച്ചില്ലേ? ഇപ്പൊ ഞാൻ തീരുമാനിച്ചു. എന്ത് ചെയ്യാൻ പോകുന്നു? ആ ഡയമണ്ട് കക്കാൻ പോകും. എന്തിനാടാ? നമ്മുടെ വീട് ലേലത്തിൽ പോകാതിരിക്കാൻ ആ ഡയമണ്ട് കട്ടേ തീരൂ. എങ്ങനെയാടാ? ഇപ്പൊ ടൈം എന്തായി? 11:59. 12 മണിയാവുന്നതിന് 10 സെക്കൻഡ് മുമ്പ് പവർ കട്ടാവും. 12 മണിയായി പവർ വരുമ്പോ ആ ഡയമണ്ട് എനിക്ക് സെറ്റ് ആവും. സൂപ്പറാ. എന്താണത്? ഷാമ്പയിൻ ബോട്ടിൽ താഴെട്ടോടാ പന്നി. അയ്യോ, ഞാൻ വീണേ. വേഗം വാടാ.
cerita si gadis jejakannya dicari sini. Bukannya cumi, badannya tegak, suara dan matanya di hati. அவன் தேடி தேடி அலைறான் ஊருக்குள்ள desperado girl hunting her ma. வெள்ளை ரெண்டு கண்களை மட்டும் நீ பார்த்து புட்ட கருப்பா வெடிக்க வடிவேல் அண்ணே. ஏவா 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 கெட்ட பையன் கண்ணு போல வந்த பையன் என் மனசு கட்டு போய் அம்பம்போ கெட்ட பையன் ரவுண்ட் அடிക്കാൻ வந்த பையன் கண்டு பிடியே விடிருக்குன்னு you know crazy. Will she ever find we will never know loving so easy. അയ്യോ കഷ്ടം കഷ്ടം അവന്റെ ഉള്ളം പോലും മണ്ടക്കാൽ കെട്ടി പൂട്ടി you know സീസൺ തുടങ്ങിയില്ല സിംഹം കടിക്കുകില്ല ആരവനെ വിടിരിക്കുന്നു you know Dia tu tak ada kerja lain lah. Memang. Asyik nak cari power. Kerana lusuh pula. Bensin. Macam mana lah ni? Lepas pura. Dance for me, dance for me, dance for me. I wanna make love and get down to the dance for me. On the road party time, all come dance for me. One more time, out the body. രാത്രി പുതിരിയായല്ലോ എൻ കാമന ചിന്തിപ്പോയല്ലോ അവനെ കണ്ട നിമിഷം തന്നെ നിന്നു പോയ ശ്വാസവും അറിയില്ല നിലവ് കണ്ട കോഴി പോലെ ഭ്രമിച്ചു നിന്നേ ഞാൻ Phenomenon, turn on, right. Sing musical, now you jump and swing. When it's out of fire, now we come. Hey, you bitch, keep on the go. Volcano, fire the la, tornado. Look at the la, who's a moody, sudi, marina, gotta let you know. Who that, who back, here we go. ഹലോ, ഞാനടാ ശിവദാസന്റെ മോൻ. ശിവദാസന്റെ മോനോ? പറയുന്നത് കേക്കടാ. കയ്യില് വിലങ്ങായി നടക്കുന്നില്ലേ ഒരു ചെമ്മരിയാട്. അവന്റെ കയ്യിലുള്ള പെട്ടിയിൽ സാധനം ഉണ്ടോ നോക്ക്. തുറക്കടാ പെട്ടി. ഡയമണ്ട് ഉണ്ടടാ. നക്കി നോക്കടാ, അത് വൈരമാണോ അല്ലയോ ഒന്ന്. കടിക്കടാ. നക്ക് നക്ക് നക്ക്. ലിക്കിങ് കാണിക്കാൻ. മതിരിക്കുന്നു സാർ. കൽക്കണ്ണ മതിരിക്കാതെ കഴിക്കോടാ. എനിക്കിതിന്റെ വൈരോ വൈഡൂര്യോ ഒന്നും ആവശ്യമില്ല. എൻ്റെ അച്ഛന് കൊടുക്കാനുള്ള പണം തന്നിട്ട് നിന്റെ ഡയമണ്ട് ഒന്ന് മേടിച്ചു. ഫ്ലൈറ്റിന് ഇനി 15 മിനിറ്റേ ഉള്ളൂ. ആ തടിയന്മാരെ വിശ്വസിച്ച് ടൈം വേസ്റ്റ് ചെയ്യാതെ നീ മാത്രം വാ പണവും കൊണ്ട്. ഏയ്, ഗോച്ച പറഞ്ഞ പോലെ തനിയേടാ വന്നേക്കണേ. തനിയല്ലടാ, ഗുണ്ടകളുമായിട്ടാ വന്നിരിക്കുന്നത്. നീ അകത്ത് പോയി വെയിറ്റ് ചെയ്യും. അയാളെ ഒന്ന് കളിപ്പിച്ചിട്ട് വരാം. ഹലോ, എന്താ ഗോച്ച, നീ നന്നാവില്ലേ? തനിയെ വരാൻ പറഞ്ഞ തകിലും നാദസ്വരമൊക്കെ ആയിട്ടോണോടാ വന്നേക്കുന്നത്. നിനക്ക് ബോധമില്ലേ?
നിന്റെ സ്ഥലത്ത് നിന്ന് ഡയമണ്ട് കട്ടവനാ ഞാൻ. ഇവിടെ വെച്ച് നീ എന്നെ പിടിക്കാൻ പോകുന്നു. ഏയ് എവിടാ നീ? ഇനി കച്ചേരി കൊച്ചിയിലാടാ. ഏയ് അവൻ അവിടെയുണ്ട്. ഏയ് എന്താ സാർ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുന്നത്? ആരെങ്കിലും നോക്കുവാണോ? ഒരു പക്ഷേ നിങ്ങളെക്കാളും മുമ്പേ അയാൾ ഫ്ലൈറ്റ് കയറി കാണൂ. ഫ്ലൈറ്റിലല്ല, കാറിന്റെ അടുത്ത് പോയാൽ അവനെ തേടി പിടിച്ച് കൊന്നു കളയും ഞാൻ. ഇവിടെ പോയി പിടിക്കണേ. അവനെവിടെ പോയെന്ന് അറിയില്ല. പോയി കണ്ടുപിടിക്കണം. ശരിക്കും നോക്കടാ. ഓ അവൻ ഇവിടെ തന്നെ കാണും. Get in. Welcome, sir. സാർ എനിക്കൊന്നും അറിയില്ല സാർ. What are you doing? എന്താ സാർ ഇത്? പാന്റ് പോലും ഇടാതെ വന്നിരിക്കുന്നേ സാർ. ഞാനൊരു പഞ്ചപാവമാ. എന്താടാ ഇവിടെ? ഗോച്ച താഴെ ഫ്രീ ആയിട്ടേക്കുവാ. പെണ്ണാടാ? പെണ്ണാ? What happened? അമ്മേ, ആപ്സ് നിനക്കെന്താ പറ്റി? ഈച്ചമ്പൂച്ചൊന്നുമല്ല, ആ ഗോച്ച മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നി. അകത്തെങ്ങാനും കയറി വരുമോ? അവനകത്ത് വരാൻ പറ്റില്ല. എങ്ങനെടാ അകത്ത് വരാൻ പറ്റാത്തതും ഒരു വേല ചെയ്തിട്ടാ എന്ത് വന്നിരിക്കുന്നത്. വേല? ബ്ലേഡ് വേല. ബ്ലേഡ് വേലയോ? No, sir. Ticket മേടിച്ചോ? No, you are not allowed. What's the problem? You are hurt and bleeding. അവനെ അവനെ അടടാ, ചുമ്മാതിരുന്നവനെ ചൊറിഞ്ഞു വിട്ടല്ലോടാ. Can I have your ticket, please? എന്ത് തടിനകത്ത് വന്നതോ? ടിക്കറ്റ് ചോദിക്കുവാടാ. ടിക്കറ്റോ? ടിക്കറ്റ് തന്നെയാ ചോദിക്കുന്നേ. Oh, here. എടാ അവള് ഗോച്ചയുടെ അനിയത്തിയെ പോലില്ലേ? അയ്യോ, അനിയത്തിയെ പോലെ അല്ലടാ, അനിയത്തി തന്നെയാടാ. പോയിരിക്കടാ. വേണ്ട, കുരുവിത്തലയിരി അടക്ക വെക്കാം, എന്നാ ബോംബ് വെക്കാൻ പാടില്ല. നീ അങ്ങോട്ട് പോ, ഞാൻ ഇങ്ങോട്ട് പോകാം. സോറി മാഡം. എന്താ സോറി? നോക്കി നടന്നൂടെ? പെണ്ണാണെങ്കിൽ അടങ്ങി ഒതുങ്ങി കാലകത്ത് വെച്ചിരിക്കണം. ഇന്നാ പിടിച്ചു എന്ന് പറഞ്ഞ് കാല് നീട്ടി വെച്ചിരുന്ന പോകുന്നവരൊക്കെ ചവിട്ടി എടുത്തോണ്ടങ്ങ് പോകും. റാസ്കൽ, ചവിട്ടിട്ട് പറയുന്ന വർത്താനം കേട്ടില്ലേ? ഭഗവാനേ, കൃഷ്ണ. റാസ്കൽ. ഹലോ, ഫസ്റ്റ് ടൈമാ? അല്ല, ഫ്ലൈറ്റിൽ ഫസ്റ്റ് ടൈം ആണെന്ന് ചോദിച്ചാ? അതൊന്നുമല്ല, ഫ്ലൈറ്റിൽ പോകുന്നൊക്കെ എനിക്ക് ബസ്സിൽ പോകുന്ന പോലെയാ. ഒന്നുമില്ല, പൈലറ്റിന് ഫസ്റ്റ് ടൈമാ. വരുമ്പോഴാ ശ്രദ്ധിച്ച് ബ്രേക്ക് എവിടാൻ തപ്പുമായിരുന്നു. ഇതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നൈജീരിയ ഒരു ഫ്ലൈറ്റ് ഒന്ന് ആക്സിഡന്റ് ആയി 150 പേരാ മരിച്ചത്. അറിയോ എന്തിന്? 3 ദിവസം മുമ്പ് ന്യൂസിലാൻഡിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് എടുത്ത് വെള്ളത്തിലിട്ടു. കടല്ലേ ഇന്നലെ മോസ്കോയിലെ. ഞാന് ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ പോകുന്നേ. അല്ല, എന്തോ ഫ്ലൈറ്റിൽ പോകുന്നത് ബസ്സിൽ പോകുന്നത് പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു മണ്ടത്തരം പറ്റിയതാ. ബെൽറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടാലേ അറിയാം. ബെൽറ്റ് ബാഗിനിടല്ലേ, സ്വന്തമായിട്ടിട. അതെയോ? അത്രയ്ക്ക് പേടിയാണോ? പിന്നെന്തിനാ ഫ്ലൈറ്റ് വരുന്നത്? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ മീറ്റ് ചെയ്യാൻ പോവാ. വേണ്ടപ്പെട്ടൊരുത്തനോ? അതെ, ഇന്നലെ എന്റെ വീട്ടിൽ പാർട്ടിക്ക് ഒരുത്തൻ വന്നു. പാർട്ടി എന്ന് പറഞ്ഞാൽ 4-5 പേര് വരുമല്ലോ. ആരാ അവൻ? അവന്റെ പേര് കുരുവി. അവന്റെ പേരാണ് കുരുവി, എന്റെ പേര് ബർമി. അവൻ കട്ടോണ്ട് പോയി. കട്ടെന്നോ? വാടാ പോകാ. എവിടെ പോണം? ബാത്റൂമില്. പക്ഷെ അവൻ മോഷ്ടിച്ചത് എന്റെ ഹൃദയമാ. ഹൃദയമോ? ഞാനെന്തോ തങ്കമോ വൈരോ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ നോക്കുമ്പോ അവൻ സ്പൈഡർമാനെ പോലെ ഭിത്തിയിൽ കൂടെ കേറുന്നു, നടക്കുന്നു, പറക്കുന്നു. അവന്റെ ഓരോ മൂവ്മെന്റ്സും അട്രാക്ട് ചെയ്യുന്നതാ. നീ നോക്കുന്ന പോലെ ഞാൻ നോക്കി പിറകെ പോയത്. സ്കിഡായി താഴെ വീണു. ചുമ്മാ കയർ പിടിച്ച് എയറിൽ വന്ന് എന്നെ രക്ഷപ്പെടുത്തി. ഇങ്ങോട്ട് നോക്ക്, ഒരു കയ്യില് കയറ്, ഒരു കയ്യില് ഞാൻ. ചുമ്മാ ഇവിടെ തൊട്ടു അവിടെ തൊട്ടു.
ചെറിയൊരു ഗ്യാപ്പ്. പെട്ടെന്ന് വെള്ളത്തിലിട്ടിട്ട് എവിടെയോ പോയി. മുഖം കാണാൻ ട്രൈ ചെയ്തു, ജസ്റ്റ് മിസ്. പക്ഷെ അപ്പഴേ ഞാൻ ഫിക്സ് ചെയ്തു, അവൻ തന്നെ എന്റെ ലൈഫ്. അല്ല, ഞാൻ ഇതൊക്കെ എന്താ തന്നോട് പറയുന്നേ? എന്തായാലും പറഞ്ഞു പോയില്ലേ, വിട്ടേക്ക്. അതെ മാഡം, കുരുവി എന്ന് പറഞ്ഞില്ലേ, മുഖം കണ്ടില്ല എന്ന് പറഞ്ഞു. എങ്ങനെയാ മാഡം അവനെ കണ്ടുപിടിക്കുന്നേ? അവന്റെ മുഖം മാത്രം ഞാൻ കാണാതിരുന്നേ, പക്ഷേ ഈ സ്കാർഫ് വെച്ച് അവന്റെ കണ്ണ് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും. കൺകൾ തൊടാമൽ കൈകൾ പടാമൽ കാതൽ വരുവതില്ലേ. കണ്ണ് സുടാമൽ കത്തി പടാമൽ ഗോച്ച വിടുവതില്ലേ. എന്താടോ വെച്ചേക്കുന്നേ? എല്ലാവരും വെച്ചേക്കുന്നതാ സാർ, ഞാനും വെച്ചേക്കുന്നേ. ഏയ് എന്താ പറഞ്ഞേ? എന്റെ അമ്മൂമ്മ കെട്ടിത്തന്ന ഏലസാ സാർ. ദുഷ്ടശക്തികൾ അടുക്കാതിരിക്കാൻ വേണ്ടി കെട്ടിത്തന്നതാണ് സാർ. സാർ ഇതിൽ കൈവെക്കാതെ സാർ, കൈവച്ചാൽ എന്റെ വിശ്വാസത്തെയും ഭക്തിയെയും ചോദ്യം ചെയ്യുന്നത് പോലെയാവും സാർ. എന്റെ അപ്പൂപ്പന്റെ ഇതിലും വലുതാ. ഇവിടെ നോക്ക്, സൈഡിൽ നോക്ക്, ബാക്കിൽ നോക്കിക്കോ. ഓക്കെ ഓക്കെ സാർ. എങ്ങനെയുണ്ട് എസ്കേപ്പ്? എടാ വളരെ ധൈര്യത്തോടെ നിന്ന് കൊടുത്തല്ലോ. എവിടെയാണ് സാധനം? ഗോശയുടെ സിസ്റ്ററിന്റെ ബാഗിലിട്ടു, സേഫ് ആയിട്ട് വെളിയിൽ. എടാ ദ്രോഹി. ലൈറ്റർ. താങ്ക് യു. നോ മെൻഷൻ. മാഡം, ഈ പേഴ്സ് നിങ്ങളതാണോ? കണ്ടോ മാഡം, നമ്മുടെ നാട്ടുകാരെ ഇങ്ങനെ പേഴ്സ് എവിടെയെങ്കിലും കൊണ്ട് കളയും, പിന്നെ കഷ്ടപ്പെട്ട് തേടിക്കൊണ്ടേയിരിക്കും. എന്റെ കയ്യിൽ കിട്ടിയത് കൊണ്ട് സേഫായി എടുത്തു വെച്ചു. എത്ര നല്ലവനാ നിങ്ങൾ. നിങ്ങൾ ആരാ? ഞാനോ? ആയാ ഉപ്പുതറയിൽ രാജു ബാബു, ഓൾ ടാക്സി ഓണർ കം ഡ്രൈവർ. ഹോട്ടൽ റെയിൻട്രിയിൽ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. ഈ ബാഗ്? ഈ ബാഗ് ഞാൻ തന്നെ വെച്ചോളാം. കൊള്ളാം. അവൾ എസ്കേപ്പ് ആയടാ. ഈ ഫോട്ടോയിലുള്ളത് നിങ്ങളാണോ? അതെ മാഡം, ഒരു തവണ എന്റെ ടാക്സിയിൽ ഒരാൾ 30 ലക്ഷം രൂപ വെച്ച് മറന്നുപോയി. അതെടുത്ത് കൊണ്ടുപോയി ഞാൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തല്ലോ. സോ ഈ SP ചൗധരിയാണ് എനിക്ക് സമ്മാനം തന്നത്. ഇനി എന്ത് ചെയ്യൂടാ? ഏതോ ഒരു ഹോട്ടലിന്റെ പേര് പറഞ്ഞിരുന്നടാ. അബാദ് പ്ലാസ, ഗോകുലം പാർക്ക്, താജ് മലബാർ, ലേ മെറിഡിയൻ. റെയിൻട്രി. Good morning, sir. How can I help you? We want a suite room. 15,000 pay to you, sir. Oh, 50,000? No, sir. 15,000. അതെ, 50,000. ഒരു 50,000 രൂപ തന്നെ. Madam, ആരാ sir? ഫിനാൻസിയർ. What? Financier? അയ്യോ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്. That's fiancé. അതെന്തേലും ആട്ടെ, വേഗം ചാവിതാ. വാ മാഡം, അകത്തേക്ക് വാ. റൂം ഇഷ്ടപ്പെട്ടോ നോക്ക്. What a beautiful room. നമ്മളെ വിശ്വസിച്ച് വന്നവർ പറ്റിക്കപ്പെടാൻ പാടില്ല, അതാണ് എന്റെ പോളിസി. മാഡം, മണിയൊക്കെ എന്തിനാണ് മാഡം? നിങ്ങൾക്ക് ഇനി എവിടെയെങ്കിലും പോകണമെങ്കിൽ പറ, ഞാൻ കൊണ്ടുപോകാം. തൃപ്പൂണിത്തുറ അറിയാമോ? അറിയാലോ. എന്നെ അവിടെ കൊണ്ടുപോകാമോ? തീർച്ചയായിട്ടും മാഡം. ആദ്യം മാഡം പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ റെഡി ആയിട്ടിരിക്കാം. How sweet. Escape. നോക്കടാ, വെറും ടവല് മാത്രം ഉടുത്തുകൊണ്ട് ഒരുത്തി അലഞ്ഞു നടക്കുന്നു. ഏതോ തുണ്ടുപടത്തിന്റെ ഷൂട്ടിംഗ് പോലെയുണ്ട്. 5:30ക്കുള്ള വണ്ടിയാ, നാളെ രാവിലെ അങ്ങ് എത്തും ഞാൻ. 5:30ക്കുള്ള വണ്ടിയാണടാ പടം. അത് വീണ്ടും റീമേക്ക് ചെയ്യുന്നു. ബാത്റൂം സീനുള്ള റിസപ്ഷനിൽ വെച്ചാ എടുക്കുന്നേ. അവിടെ നോക്കടാ, മല്ലു അല്ലടാ, മലേഷ്യ. You know how important it's to me. Please understand. എന്താ സാർ ഇത്? ഇത്ര വലിയ ഹോട്ടലില് കുളിക്കുമ്പോ വെള്ളം പകുതി വെച്ച് നിന്നു പോയാ എന്താ സാർ അർത്ഥം? നോക്ക്, പാവം ടൗലിൽ നിൽക്കുന്ന കണ്ടില്ലേ? എന്താ തമാശ കളിക്കണോ? ബാറിലൊക്കെ വെള്ളം 3 മണി വരെ ഒഴുക്കി കളയുക. ബാത്റൂമിൽ മാത്രം വരില്ലെന്ന് പറഞ്ഞാ എങ്ങനെയാ? ഈ മാറ്റർ ഇമ്മീഡിയറ്റ് ഓപ്പൺ ചെയ്യണം. വെള്ളത്തിന്റെ പ്രശ്നമൊന്നുമില്ല, മാഡത്തിന്റെ ബാഗ് ആരോ മോഷ്ടിച്ചു. ബാഗ് മോഷ്ടിച്ചെന്നോ? ഏയ്, എന്താ നിങ്ങളുടെ ബാഗ് പോയ പോലെ ടെൻഷൻ അടിക്കുന്നേ? എന്താ മാഡം അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? മാഡത്തിന്റെ ബാഗ് ഞങ്ങളുടെ ബാഗ് എന്നൊക്കെ ഉണ്ടോ? നമ്മുടെ ബാഗ് മാഡം, നമ്മുടെ ബാഗ്. ഒന്നിച്ച് ഫ്ലൈറ്റിൽ വന്നു, അടുത്തടുത്ത സീറ്റിലിരുന്നു. നിങ്ങളും മലയാളി, ഞാനും മലയാളി. നിങ്ങളും ഞാനും മലയാളി, നിങ്ങളും ഞാനും മലയാളി, നിങ്ങളും ഞാനും. ഒരു മലയാളി പെണ്ണിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ മിണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. വിളിക്കണ മാനേജറെ. എന്താ സാർ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? അടുത്ത 10 മിനിറ്റിൽ ബാഗ് വിടത്തണം, ഇല്ലെങ്കിൽ നടക്കുന്നത് വേറെ. ഇഷ്യൂ അറിയാതെ സംസാരിക്കരുത്. ഇവിടെ എന്താ നടന്നോ? എന്താ സാർ ഇനി നടക്കണ്ടേ? നിലവിളക്ക് പോലെ ഇരുന്ന ഒരു പെണ്ണിനെ ടവൽ കെട്ടി ക്യാമറ ഡാൻസറെ പോലെ ആക്കി കളഞ്ഞു. ഒന്നും ശരിയാവില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നോക്ക്, ഇത്ര സീരിയസ് സംസാരിക്കുമ്പോൾ വീഡിയോ ഗെയിം കളിക്കുന്നു. ഹലോ പോലീസ് സ്റ്റേഷൻ. ഞങ്ങള് ബഹളം ഉണ്ടാക്കി വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു വിചാരിച്ചല്ലേ? നെവർ.
വി ആർ വെരി ഡീസെന്റ് ഫെലോസ്. ആക്ച്വലി ഇവിടെ എന്താ നടന്നത് അങ്കിൾ? ഇവരെ ആരോ ശരിക്കും പറ്റിച്ചു. ഇവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞ ആരോ ഇവരുടെ പേരിൽ റൂം എടുത്തു. ഇവർക്ക് കുട്ടി ജനിച്ചെന്ന് പറഞ്ഞ് ഇവരുടെ അഡ്വാൻസ് തിരിച്ചു വാങ്ങി സാധനങ്ങളെല്ലാം എടുത്ത് ഓടിക്കളഞ്ഞു. മൈ ഗോഡ്, പിന്നെ എന്താ നടന്നത് അങ്കിൾ? ഞാനെന്താ കഥയാണോ പറയുന്നേ? ആദ്യം റൂം ഒഴിയിടും, ഇല്ലെങ്കിൽ പോലീസിനെ വിളിക്കേണ്ടി വരും. നോക്കടാ, 10 നിമിഷത്തിനുള്ളിൽ വൈഫ് എന്ന് പറഞ്ഞ് കുട്ടിയെ ജനിപ്പിച്ചു. കുറച്ചുകൂടി കഴിഞ്ഞാൽ കാതുകുത്തി പേരിട്ട് ബിരിയാണിയും വിളമെന്ന് തോന്നുന്നല്ലേ? ബാത്റൂം വശത്തേക്കാൾ ഇയാളെ ഏതൊരു പ്രശ്നം അലട്ടുന്നു എന്നാ തോന്നുന്നേ. എന്താടോ 1 hour ആയിട്ട് 1 day മാച്ച് പോലെ കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ. ആ റോസ് വിക്കറ്റ് എപ്പോഴാ താഴെ വീഴുന്നതെന്നല്ലേ? ഇനി ഒരു ടെസ്റ്റ് മാച്ച് വേണമെങ്കിൽ ഞാൻ കാണിക്കാം. എന്താടാ അത്? ഇതെന്റെ അപ്പൂപ്പന്റെ കോണകമാടാ. ഇന്നാ മാഡം. അവൻ ആരെന്നറിയോ? അറിയില്ല. ടാക്സി നമ്പറുകൾ നോട്ട് ചെയ്തു. അതും അറിയില്ല. പക്ഷേ ആ കാറിൽ അയാൾ കമ്മീഷണർ കയ്യിൽ നിന്ന് ഷീൽഡ് വാങ്ങുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു. ടാക്സി കമ്മീഷണർ ഷീൽഡ്. അത് നമ്മുടെ രാജബാബു ആടാ. ആ ഫ്രോഡോ? നിങ്ങൾ ഫോട്ടോയിൽ കണ്ടത് കമ്മീഷണർ അല്ല മാഡം. കമ്മീഷണർ സിനിമയിൽ അഭിനയിച്ച സുരേഷ് ഗോപിയ മാഡം. സുരേഷ് ഗോപി. മിസ്റ്റർ പെരേര, എങ്ങനെയൊക്കെ പറ്റിക്കപ്പെട്ടോന്ന് കണ്ടോ ഈ കുട്ടി? അവനിപ്പോ എവിടെ കാണും? അവന്റെ വീട് എനിക്കറിയാം. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ സെൽഫോൺ ഒന്ന് തരുമോ? എന്റെ ഫോൺ തരാം. ഇന്നാ മാഡം. താങ്ക് യു. വിടടാ, ഏതോ ലോക്കൽ കോളാ വിളിക്കുന്നേ. നമുക്ക് ഇതൊക്കെ ഒരു ചെലവാണോ? എന്താ മലേഷ്യ ലൈൻ ഇത്ര ക്ലിയർ ആയിരിക്കുന്നേ? മലേഷ്യക്കാണോ വിളിക്കുന്നത്? ഹലോ ചേച്ചി, എന്താടി ഇത്? പോയിട്ടൊരു ഫോൺ പോലും ചെയ്തില്ല. നിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരിക്കുവാന്ന് ഞാൻ ഒരു കള്ളം ഒരു പറഞ്ഞിരിക്കും. ടാക്സി ഡ്രൈവർ എന്റെ ബാഗ് മോഷ്ടിച്ചോണ്ട് പോയി. അതിനകത്തായിരുന്നു എല്ലാം, പൈസയും പാസ്പോർട്ടും. ആ കുരുവിയെ കണ്ടുപിടിക്കാനുള്ള മാസ്ക് ഇല്ലേ, അതുപോലും അതിനകത്തായിരുന്നു ചേച്ചി. എവിടെയാടി ദേവി? ഫോൺ ലൈൻ കട്ടായോ? ഫോണ് കട്ടായില്ല. ISD സംസാരിച്ച് 300 രൂപയും കാലിയായി. സ്വാഹ. അയ്യോ എടി ദ്രോഹി, എന്റെ അച്ഛന് പോലും ഞാൻ മിസ് കോൾ ആണ് കൊടുക്കണേ. 300 രൂപ 3 മാസമായി കൂട്ടി വെച്ചേക്കുമായിരുന്നു. ഒരേ ഒരു സെക്കൻഡ് മലേഷ്യക്ക് കോൾ ചെയ്ത് സ്വാഹയാക്കിയില്ലേ? എവിടെയാടി പോയിക്കുന്നേ? കുരുവി എന്നൊരുത്തിനെ അന്വേഷിച്ച് കൊച്ചിക്ക് പോയിരിക്കുവാ. അളിയ കുരുവി പോകാമട കൊച്ചിക്ക്. എന്താണ് ഇവിടെ ഒരു ആൾക്കൂട്ടം? അത് ശരിയാ, ഇത് രാജബാബുവിന്റെ വീടല്ലാന്ന് തോന്നുന്നു. ഇത് ഏതോ കോട്ടസ്വാമിയോ ബീർസ്വാമിയോ ബോധമില്ലാതെ ജ്യോതിഷം പറയുന്ന ഏരിയ. വാട്ട് ഈസ് ജ്യോതിഷം? ജ്യോതിഷം ഈസ് ഗിവൺ ബൈ സം പുറമ്പോക്ക് ഓൺലി ഫോർ ദർ വൈറ്റ് പിഴപ്പ്. എക്സ്ക്യൂസ് മീ ആൻഡീസ്, രാജ്ബാബു വീട്ടിലില്ലേ? എന്താണ് ആന്റിയൊക്കെ തല്ലാൻ വേണ്ടി വരുന്നത്? നീ ആരടാ? ആ ഫ്രോഡിന്റെ ഫ്രണ്ടാ. Shut up and drop your weapons. I'm Officer Major Sundararajan from the Ambellur Real Estate Anavalathal Department. അയ്യോ സോറി സർ. Yeah, he's my assistant Yes, and that girl is his assistant in Mafti. Shut up. സോറി സർ. അവരെ നീ എന്താടാ കാണിച്ചേ? എന്റെ സ്വന്തം വോട്ടർ ID കാർഡ് എന്ത് ലാമിനേറ്റ് ചെയ്താലും നമ്മുടെ ആളുകൾ ഭയപ്പെടും. ഓക്കേ. Where is Raj Babu? Yeah. ഇവിടെയുള്ള ആളുകളുടെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു സർ. എന്റെ 5 പവന്റെ ചെയിൻ, വളകൾ, ഈ പെണ്ണിന്റെ സ്കൂട്ടർ വരെ അവൻ കട്ടു. ഞങ്ങളെ എല്ലാവരെയും ആ ഫ്രോഡ് പറ്റിച്ചു സർ. സങ്കടപ്പെട്ട് സംസാരിക്കുന്നു ജീവിതം മടുത്ത ഇവർ. Come on, you proceed. ഞങ്ങൾ വീട് അന്വേഷിച്ച് വരുന്നതിന് മുമ്പ് എവിടെയോ പോയി കളഞ്ഞു സർ. My God, house under lock. അവിടെ നോക്കി ഒരു ഓവർഫ്ലോ ആയി. എന്തിനാ ഇപ്പൊ കരയുന്നത്? Why are you crying? അവർക്കൊക്കെ പണമാണ് സാർ നഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് മാനം തന്നെ നഷ്ടപ്പെട്ടു സർ. My God. അവൻ അത്ര ആക്റ്റീവായി പെർഫോം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നീ എന്ത് ചെയ്യുമായിരുന്നു? ടിവിയിലുള്ള സീരിയൽ കാണുമായിരുന്നു സർ. സീരിയൽ ഗ്യാപ്പിൽ ഡുമ്മാകുത്തോ? അത് ഡപ്പാങ്കുത്തല്ല സർ, കുരുവിക്കുത്ത്. ഇറ്റ്സ് എ ഹോപ്പ്ലെസ് കേസ്. ഛേ, മിസ്സായി പോയി. അവൻ നമ്മളെക്കാളും വലിയ ഫ്രോഡാ. അതാ നമ്മളെ പറ്റിച്ചുകൊണ്ട് പോയത്. അവൻ ഇവിടെ തന്നെ ഉണ്ടാ, കൺഫേംഡ്. എന്താ അങ്ങനെ പറഞ്ഞേ? ലുങ്കി എടുത്ത് പോകുന്നുണ്ടില്ല ഒരു മങ്കി, അത് കണ്ടിട്ടാ പറഞ്ഞേ. അറ്റാക്ക്. വാടാ. ഞാൻ എങ്ങനെ വരുന്നേ? ഇവിടുന്ന് ലിഫ്റ്റ് വെച്ച് തരാൻ പറ്റുമോ? ചാടി വാ. പറ്റില്ല. ഇവനോട് കുനിയാൻ പറ. ആരെയാടാ? നിന്നെ തന്നെ. ഞാനോ? ഞാനാരാ? എന്റെ ഫാമിലി ഏതാ? എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? ഞാൻ എങ്ങനെയാ കുനിയുന്നത്? അവളുടെ ഫാമിലി എന്താ? അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ? അവളുടെ ചേട്ടനാ ഗോച്ച. ഗോച്ചയോ? ഗോച്ചയുടെ അനിയത്തി കേറുന്നേ പാറ്. കുനിഞ്ഞിരിക്കും. അയ്യോ, കാഴ്ചയിൽ മാത്രമാണോ കൊഞ്ചിനെ പോലെ ഇരിക്കുന്നേ? പക്ഷെ വെയിറ്റ് ഒരു ആനയുടെ വെയിറ്റ് ആടാ. പറയൂ സേട്ട്, എന്താ മാറ്റർ? എന്താ മിലിറ്ററി വണ്ടിയോ? എന്താ കോമഡി പറയാണോ? 3 മുഖം രജനി, വേട്ടയാടി വിളയാട് കമൽ, തങ്കപ്പതക്കം ശിവാജി. ഈ ഡ്യൂപ്ലിക്കേറ്റ് വെച്ച് കണ്ണിക്കണ്ടവരെയൊക്കെ പറ്റിക്കുവായവൻ. ഓഹോ, മിലിറ്ററി റമ്മോ. അമ്മേ, ഡോക്ടറിന്റെ അമ്മയ്ക്ക് ഒന്നും വരാതെ നോക്കണേ ഡോക്ടർ. എന്റെ അമ്മ എനിക്ക് ജീവനാണ് ഡോക്ടർ. ഞാൻ വേണേൽ എന്റെ അമ്മയ്ക്ക് ഒരു കിഡ്നി കൊടുത്തേക്കാം. നിന്റെ 2 കിഡ്നിയും കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. ആട്ടെ മാടമാര്. എന്നെ നോക്കി ആരാണ് ചോദിക്കുന്നത്? ഫ്രോഡല്ലേ നീ? നിന്നെ പറ്റിച്ചില്ലേ? നിന്റെ ബാഗ് എവിടെ? ആദ്യം ബാഗ് ഇങ്ങ് താ. അതിനകത്ത് എന്റെ സ്കാർഫ് ഉണ്ട്. ഇവിടെ ഒരേ ഒരു ബാഗേ ഉള്ളൂ. ഫുൾ അഴുക്ക് തുണിയാത് കാരണം ആരും വാങ്ങിയില്ല. വേണമെങ്കിൽ ഞാൻ എടുത്തു കൊണ്ടുക്കോ.
എന്റെ ചെറിയ ബാഗ് എവിടെ? മാഡം പോയിട്ട് ഡ്രസ് മാറ്റിട്ടോ, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. ഒരു ധൃതിയുമില്ല, മേഡം പോയി പതുക്കെ വന്നാ മതി. അവനെ വെറുതെ വിടരുത്. ചെറിയ ബാഗ് എവിടെയാണ്? കട്ടിലെ മേലെ ഉണ്ട്. അയ്യോ, എന്റെ ചെറിയ ബാഗ്. താങ്ക് യു. നോ മെൻഷൻ. ബൈ. ഇവര് പിന്നെ കൊടുക്കാം. അവള് എസ്കേപ്പ് ആയ എന്ത് ചെയ്യും? ഇവനെ റൂമിൽ പോയിട്ട് വേണേലും അടിക്കാം. ഇവനെ എന്താ റൂമിലേക്ക് കയറ്റി അടിക്കുന്നത്? ഇവിടെ കിടന്ന് അടി മേടിക്കണം. ഷട്ടർ പൊക്കടാ, നിങ്ങൾ അതിന്റെ വേല ചെയ്തോളൂ. ചേച്ചിമാരെ കേറി തകർത്തോ. മലേഷ്യ ബാഗുമായിട്ട് എസ്കേപ്പ്. അയ്യോ, സഹായം ചെയ്തവർക്ക് പണി കൊടുക്കണം എന്ന് വിചാരിച്ചാ ഇങ്ങനെയൊക്കെ തന്നെ നടക്കും. കൈ കൊടുക്കടാ. Nice meet you. My name is. എനിക്ക് എനിക്ക് നടക്കാനേ വയ്യ. ശരിക്കും ഇത് ഫ്രാക്ചറാടാ. എന്ന് വെച്ചാ ഉളുക്കടാ. ഓ, നമ്മുടെ നാട്ടിൽ അങ്ങനെ. എനിക്ക് ഭായിയുടെ കല്യാണത്തിന് പോയേ പറ്റൂ. ഇങ്ങനെ ചളുക്കം ഉളുക്കൊന്നും പോവാൻ പറ്റുമോ? ഉളുക്ക് മാറിയല്ലേ പോവാൻ പറ്റൂ. ഉളുക്ക നീ മാറ്റൂ. ഞാൻ തിരുമ്പി ആണുങ്ങൾക്ക് മാത്രമേ ഉളുക്ക് മാറൂ, പെണ്ണുങ്ങൾക്ക് മാറില്ല. അമ്മ ഇത് ആര് മാറ്റും? ഓമ്മ. അമ്മ. ഏതമ്മ? നിന്റെ അമ്മ. അമ്മമ്മ. നമ്മുടെ അമ്മ. അതേടാ, അമ്മ ശരിക്കും ഉളുക്കു മാറ്റില്ലേ? ഇപ്പഴീ പെണ്ണിനെ കൊണ്ട് വീട്ടിൽ വിട്ടാൽ അമ്മ ഉടനെ എണ്ണയിട്ട് തിരുമ്പാൻ തുടങ്ങും. ബാഗ് വാങ്ങി മേശപ്പുറത്ത് വയ്ക്കും. അപ്പൊ കാണാതെ പോയിക്കോളും. അത് ഉളുക്ക് വേദന. എന്റെ അമ്മ ഉളുക്ക് മാറ്റിയത് സൂപ്പർ. ഓക്കേ, പാർവതി, നിന്റെ മോനെ വന്ന് നോക്ക്. എവിടെന്നോ ഒരു ഗർഭിണി പെണ്ണിനെയും കൊണ്ടുവന്ന് നിൽക്കുന്നു. ആവശ്യമില്ലാതെ പേരുദോഷം കേൾപ്പിക്കും. ഈ കുരുത്തം കെട്ടവനോട് കൂടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ജസ്റ്റ് മിസ്സായി പോയി. ജസ്റ്റ് മിസ്സാ. എടാ വേണു, ആരടാ ഈ പെണ്ണ്? അതാണോ അമ്മേ? ഇവളുടെ പേര് ദേവീത. മലേഷ്യയിൽ നിന്ന് വന്നിരിക്കുക. തെന്നി വീണിട്ട് കാലുളുക്കിയിരിക്കുക. ഇങ്ങോട്ട് എന്തിനാ കൂട്ടിക്കൊണ്ട് വന്നേ? ഡോക്ടറുടെ അടുത്തല്ലേ കൊണ്ടുപോകണ്ടത്? ഡോക്ടർ അടുത്തോ? നിങ്ങൾ തന്നെ തിരുമോന്നല്ലേ പറഞ്ഞത്? ആര് പറഞ്ഞു? അമ്മേ അമ്മേ, എന്താടാ എന്നോട് തിരുമാൻ പറയുന്നേ? അയ്യോ അമ്മേ, ആ പെണ്ണിന്റെ ചേട്ടൻ നമുക്ക് കാശ് തരാനുള്ളത്. ശരിയടാ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? വിളക്കെണ്ണ ഇരിപ്പില്ലേ, ഉണ്ട്. അത് പുരട്ടി എന്റെ അച്ഛനാണെന്ന് വിചാരിച്ച് നല്ല തിരുമ് ഉളുക്ക് തന്നെ പോയിക്കോളും. ഇപ്പോഴെന്താണ് ചെയ്യണ്ടേ? അറിയില്ലേ, ഉളുക്ക് മാറണമെങ്കിൽ ആദ്യം കുമ്പിട്ട് കിടക്കണം. അയ്യോ, അങ്ങനെ ചെയ്യണോ കൃഷ്ണ? അയ്യോ അമ്മ അല്ലമ്മേ, ആദ്യം പെണ്ണിനെ തിരിച്ചു കിടത്ത്. അതെ, കുറച്ചു കാലമായില്ലേ, അതാ അമ്മ മറന്നത്. ഇവളുടെ ഇടുപ്പിലെ ഉളുക്ക് ഞാൻ എങ്ങനെയാണോ മാറ്റുന്നേ? ഇനി എന്നതാടാ ചെയ്യണ്ടേ? വിളക്കെണ്ണ. എന്തിനാടാ അമ്മ വെറുതെ വഴക്ക് പറയുന്നേ? അമ്മേ, വിളക്കെണ്ണ പുരട്ടി ഒരു പാട്ടും പാടി മസാജ് തുടങ്ങ്. ഇഞ്ചിയുടെ പഴകി മഞ്ചൾ ചേക പഴകി ശ്രുതിയോടെ പാടുന്നടാ. ശ്രുതിയോടെ പാടുന്നു. വേദനിച്ചിട്ട് കിടന്ന് കരയുന്നതാ. നോക്കി തടവമ്മേ. എന്തേലും എടുത്ത് മുറുക്കെ പിടിക്കുമോളെ. പല്ല് കടിച്ചോണ്ട്. അയ്യോ വേദനയാ. അയ്യോ പിടിച്ചിട്ടുണ്ട്. എങ്ങനുണ്ടടാ? സൂപ്പർ. എടാ വേണു, ആ ഫ്രോഡ് ചെക്കന്റെ കൂടെ ചേർന്ന് നീയും എന്തിനാടാ തരികിട കാട്ടുന്നത്? കേട്ടോ നിന്നെ. അയ്യോ, അമ്മൂമ്മയുടെ ചികിത്സയിലാ ശരിയായത്. ഉളുക്ക് മാറിയല്ലോ. ഇറ്റ്സ് ഗോൺ. സോ ഐ ആം ഗോയിങ്. ഞാൻ പോവാ. ബാഗ് മറക്കല്ലേ മാഡം. ഒരു എമോഷണലി കൊടുത്തതാ. അമ്മേ, എങ്ങോട്ടാ പോകുന്നേ? അത് ഞങ്ങൾ എടുത്തില്ലല്ലോ. എങ്ങോട്ടാ പോകുന്നത്? ഉളുക്ക് മാറിയില്ലേ? ക്ലിയർ ആയല്ലോ. ഞങ്ങളുടെ ജോലി തീർന്നില്ല. എന്താ മോളെ? പയ്യെ പോ മോളെ. അതൊന്നും പറ്റില്ല. കുരുവിയെ കാണണം. ഭായിയുടെ റിസപ്ഷൻ എനിക്ക് പോയേ പറ്റൂ. വലിയവര് പറഞ്ഞില്ലേ, അത് മോശ സ്ഥലോ. ഈ സമയത്ത് പോയ കുരുവിയെ കാണുന്നതിന് മുമ്പ് ആരെങ്കിലും കൊത്തിക്കൊണ്ടുപോകും. മര്യാദയ്ക്ക് പോയി കിടക്ക്. ജാഗ്രത 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 ജാഗ്രത. ഇത്ര തലയാണ് ഇരുന്നിട്ട് ബാഗ് തലയുടെ അടിയിൽ വെച്ച് കിടക്കുന്നവള്. ഈ കുരുവി എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ നിന്നെ കണ്ടുപിടിച്ചത് കണ്ടോ? ഐ ലവ് യു ഡാ. ഐ ലവ് യു സോ മച്ച്. റിയലി.
ഇന്നലെ രാത്രി വീട്ടിലേക്ക് വന്നില്ലേ അവള്. അവളോ? ആ. നേരത്തെ രാത്രി ഉമ്മ. ഏയ് എന്താടി പാട്ട് പാടുന്നേ, കളിയാക്കുവാണോ? ഇല്ലപ്പാ, നിങ്ങളുടെ ആളിനെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ബാത്റൂമിൽ കുളിക്കാൻ പോയി. എടാ സൂക്ഷിച്ചു പോടാ, തട്ടി വീഴല്ലേ. നീ മുത്തമൊன்று കൊടുത്താൽ മുത്തമിഴ്. ഗുഡ് മോർണിംഗ് ചേട്ടത്തി. എനിക്കൊരു കോഫി കിട്ടുമോ? ഞങ്ങളോട് എന്തിനാ ചോദിക്കുന്നേ? ഇത് നിങ്ങളുടെ വീട്. നിങ്ങക്ക് കോഫി കുടിക്കാം, ഹോർലിക്സ് കുടിക്കാം, ബോൺവിറ്റ കുടിക്കാം. എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. പാവം, ശരിക്കും വട്ടുപിടിച്ച കുടുംബം ഇത്. ദാ മോളെ കാപ്പി. ഇതെന്താ ഗ്ലാസ്സിൽ തന്നത്? ഐ വാണ്ട് കപ്പ് ആൻഡ് സോസർ. നാത്തൂനെ ചുമ്മാ കുടിക്ക്. ഇതെന്റെ അനിയൻ കാപ്പി കുടിക്കുന്ന ടംബ്ലറാ. അവന്റെ ടംബ്ലറോ? ഇത് എച്ചിലാ, ഇത് എച്ചിൽ. ഇതെവിടെ വെക്കുന്നേ? കാപ്പി കുടിച്ച ഗ്ലാസ് എച്ചിലാണെങ്കിൽ എന്റെ മകനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തപ്പോ എച്ചിലൊന്നും ഉണ്ടായില്ലേ? ഉമ്മയോ? ഇന്നലെ രാത്രി എന്റെ ബെഡ്റൂമിൽ വന്നോ? അതെ വന്നു. എന്റെ ബെഡ്റൂമിൽ എനിക്ക് വരാൻ പാടില്ലേ? ഞാൻ ഉറങ്ങുമ്പോ ഞാൻ അറിയാതെ എന്നെ കിസ് ചെയ്തില്ലേ? നിന്റെ വീട്ടുകാര് മുഴുവൻ കണ്ടു അത്. അതാണോ പ്രശ്നം? ഉമ്മ വെച്ചത് ഞാനല്ല, നീയാ. അതെ, കുരുവിയെ സ്വപ്നം കണ്ടെന്തോ പൊലമ്പിക്കൊണ്ട് ചുമ്മാതെ പോയ എന്നെ കെട്ടിപ്പിടിച്ച് നച്ചീ നച്ചീ എന്ന് പറഞ്ഞ് ഉമ്മ വെച്ചില്ലേ? ഞാനെങ്ങനെ? ഇങ്ങനെ ഇങ്ങനെ. ഞാൻ തന്നപ്പോ നീ എന്തിനാ വാങ്ങി? ഏയ് നീ ആള് ഭയങ്കരയാണല്ലോടി. ആവശ്യമില്ലാതുള്ള കുരുക്കെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവസാനം പഴി എനിക്കാ. ഇനി കൂടുതലൊന്നും എനിക്കറിയണ്ട, ഞാൻ പോകുന്നു. പോയിക്കോ പോയിക്കോ, സ്വൈര്യം കിട്ടട്ടെ. വെക്കേറ്റ് ടീം റിസപ്ഷനിൽ അമ്മൂമ്മ കാണും. ബില്ല് സെറ്റിൽ ചെയ്തിട്ട് പോയിക്കോ പോയിക്കോ. എന്താടി കാറിലിട്ടിരിക്കുന്നേ? ബാബ ബ്ലാക്ക് ഷിപ്പ് ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നോടാ കളി. പവർ ബോക്സിൽ ഡയമണ്ട് കാണുന്നില്ലടാ. ഡയമണ്ട് അതിലില്ലെന്നോ? ഒരു പക്ഷെ അവളുടെ ബാഗിൽ വീണ് കാണൂ. ഇതാ വരുന്നടാ, കാണൂടാ. എവിടേക്കാ പോണ്ടേ? ഫസ്റ്റ് വൈറ്റിലെ പോടാ, പിന്നെ തൃപ്പൂണിത്തറ പോടാ. വണ്ടി എടാ. ഇവനാണോ? അല്ല. പോടാ, ഇവനെ നോക്കിക്ക്. പോടാ. ഇവൻ അല്ല. ഇവൻ ഭായ്, അത് പോലീസാ ഭായ്. ഹലോ മാഡം. സോറി മാഡം. ആ ഭയം ഉണ്ടാവണം. പുതിയതായിട്ട് വന്നിട്ടില്ലേ രണ്ട് കുരുവി? അതെ മോളെ, രണ്ട് പുതിയ പിള്ളേര് കൊറിയറായിട്ട് വന്നിട്ടുണ്ട്. സ്വന്തം അഭിമാനം പണയം വെച്ചാലും ബിരിയാണി ഉപേക്ഷിക്കില്ല അവര്. ഇതാ മോളെ മുഖം മൂടി. ബാഗ് അവിടെ തന്നെ. എന്നെ നോക്കി ചിരിക്കുന്നടാ അവൾ. വരട്ടുന്നു ആടാ. സ്റ്റഡിയായിട്ട് നിക്ക്. ഇങ്ങോട്ട് ചേർന്ന് ഇവിടെ എന്തിനാടാ വന്നേ? ഓസിന് ബിരിയാണി തിന്നാനോ? ഞാൻ പറഞ്ഞില്ലേടാ, ഞാൻ പറഞ്ഞില്ലേ. എന്താ പറഞ്ഞത് നീ? എങ്ങനെയെങ്കിലും നിന്റെ കുരുവിയെ ഞങ്ങൾ കണ്ടുപിടിച്ച് തരും. ഏയ്, വളരെ നല്ലവരായിട്ടൊന്നും കാണിക്കണ്ട. ഞാൻ എല്ലാവരും ചെക്ക് ചെയ്തു. 2 കുരുവികൾ ബാലൻസ്. ഞാൻ നോക്കിക്കൊള്ളാം. താങ്ക് യു. ഹായ്, കുരുവിയെ കിട്ടാൻ പോകടാ. ജോളി, വി ആർ ജോളി. വാടാ രാജ, വാടാ രാജ, വാ 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 വാ. പതുക്കെ 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 പിടിച്ചേ. എന്തിനാണ് ബാക്കിൽ പിടിച്ചേ? നിങ്ങൾ എന്റെ ബാഗിൽ പിടിച്ചു, അതാ ഞാൻ ബാക്കിൽ പിടിച്ചേ. എന്നിട്ട് എങ്ങനുണ്ട്? ഇപ്പൊ ബുമ്മുന്നുണ്ട്. കുറച്ച് സ്ലിം ആയിരുന്നെങ്കിൽ സൂപ്പർ ആയനെ. ഞാൻ ആരെന്നറിയോ? ഈ ഏരിയയുടെ PC പോലീസാ. ഐ എം വെരി സോറി മാഡം. ഈ ബാഗിൽ എന്താ ഉള്ളത്? അതിനകത്ത് കള്ളം പറയാം മാഡം. ഇത് എന്റെ ബാഗാ. കൊള്ളന്മാര് 2 ദിവസമായിട്ട് ഫോളോ ചെയ്യാ. ഇങ്ങ് തരും മാഡം. എൻക്വയറി കഴിഞ്ഞതിന് ശേഷമേ ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിയൂ. ഇവിടെ വാ. വെള്ളം അടിച്ചിട്ടുണ്ടോ? ഭായിയുടെ കല്യാണത്തിന് ആരെങ്കിലും വെള്ളം അടിക്കുമോ മാഡം? ഊത് ഊത് ഊത്. ഓ, ഇവിടെ നിന്നാണോ? എന്റെ കൂട്ടുകാരൻ ഊത്ത് ആരംഭിച്ചു. അപ്പൊ കൂട്ടോടെയാണോ വന്നേക്കുന്നേ? പൊന്നാണിത് പൊന്നാണിത് പൊന്നാണിത്, ഒരു കയ്യിലും നിൽക്കാതിതാ ചാഞ്ചാടുന്നേ. ഞാൻ തേടിയത് നിന്നെയാ, നീ തേടിയത് എന്നെയാ. ഞാനൊന്നം വയ്ക്കുമ്പോൾ എന്നാളും അത് വിജയങ്ങൾ. അല്ലാ 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 അല്ലാ. പൊന്നാണിത് പൊന്നാണിത്
പൊന്നാണിത് ഒരു കയ്യിലും നിൽക്കാതിത ചാഞ്ചാടുന്നേ മഞ്ഞലകൾ ചൂടേറുന്നേ നിന്നപടി നീ ഓടുന്നേ തുള്ളുന്നുള്ളം തനിയേ കുറ്റിച്ചിടി കുറ്റിച്ചിടിയേ നിസ്താരം എനിക്കരികെ നീ എന്നും പാഴാണയ്യോ ഒരേ നോക്ക് തന്നൊരേ വാക്ക് തൻ എതിർവാക്ക് ഏത് കരുത്തുള്ളവൻ എതിർഭാഗമാണ് ബലം നോക്കിടാം നമുക്കിന്ന് തന്നെ നിനക്കെങ്ങനെ ക്ഷതം തീർക്കുവാൻ തപം ചെയ്തിടും ഞാൻ നിൻ മുൻപിൽ ഞാൻ നീചന എന്നുള്ളിൽ ഞാൻ നല്ലവൻ അല്ലാ 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 പൊന്നാണിത് 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 ഒരു കയ്യിലും നിൽക്കാതിതാ ചാഞ്ചാടുന്നേ എന്നെ പ്രതി ചുറ്റിത്തിരിയാൻ നിൽക്കാതടി കുട്ടിക്കുരുവി പറ്റാതടി എന്നെ തൊടുവാൻ ദം ദരദാ വെട്ടപ്പുലി ഞാൻ വരുമെന്നൻ ചീറ്റപ്പുലിടാ അലട്ടാതടി മടസാമ്പറാണി ഇരിക്കുന്നിടം അറിയാതെ നീ വിളക്കാതടി മെഗാ സൈസില പിലം കാട്ടാതെ നീ പെരും കള്ളനായി എന്തു തേടുന്നു നീ എൻ മുൻപിൽ നീ ടാം 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 എൻ മോഡലോ സൂപ്പർ സ്റ്റാർ അല്ലാ 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 പൊന്നാണിത് 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 ഒരു കയ്യിലും നിൽക്കാതിതാ ചാഞ്ചാടുന്നേ ഞാൻ ആരാ നീ ആരാ? ഞാൻ അബ്ദുൾ റസാഖ്. അസ്സലാമു അലൈക്കും ബായ്. വാലൈക്കും അസ്സലാം. ശിവദാസന്റെ മകൻ വേണുഗോപാൽ ഇവിടെയല്ലേ? ഒറ്റ കൊടുക്കുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ല. കൊന്നു തള്ളുന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. അല്ലാ 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 പൊന്നാണിത് 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 വാടി. വേണ്ട ഏട്ടാ വേണ്ട വിട്ടാര് വേണ്ട ഏട്ടാ, വേണ്ട എപ്പടി എവിടെ അവൻ രക്ഷപ്പെട്ടു പോയി. പോയി പിടിക്കണവനെ. ഓടാ.
എടുക്കടാ, ഫോൺ എടുക്ക്. ഗോച്ചാടാ. അമ്മേ, എവിടെയാടാ നീ? മലേഷ്യയിൽ ഒരാളെ കാണാൻ പോയിരുന്നില്ലേ? അദ്ദേഹം നിന്നെ തേടി ഇവിടെ വന്നിരിക്കുന്നു. ഗോച്ചയാണെന്ന് പറയാമേ. ഗോച്ചാന്ന് അദ്ദേഹത്തിന്റെ പേര്. പണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാമേ. നിന്റെ അച്ഛന് കൊടുക്കാനുള്ള പണമായിട്ട് അദ്ദേഹം വന്നിരിക്കുന്നത്. പേര് ദർശന. എല്ലാം പെൺകുട്ടികളാണല്ലോ ഇവിടെ. നീയൊന്ന് വേഗം വാ മോനെ. പതുക്കെ വന്നാ മതി എന്ന് പറ. ഒട്ടും ധൃതിയില്ല എനിക്ക്. നമ്മുടെ വീട് കണ്ടുപിടിക്കാൻ അദ്ദേഹം എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ? അതിനെന്താമേ, എന്നാലും കണ്ടുപിടിച്ചല്ലോ. എന്തും പെട്ടെന്ന് ചെയ്യും. വേണുവിന്റെ വിഷയമാവും പ്രത്യേകിച്ച്. ഇന്ന് തീർക്കാമെല്ലാം. ഞാൻ വരുന്നെന്ന് പറയാമേ.
ചേട്ടൻ എവിടെയായിരുന്നു? എടാ വേണു, എവിടാ പോയത്? ഒരു വലിയ മനുഷ്യൻ എത്ര നേരം നിന്നെ വന്ന് കാത്തിരുന്നു. കുഞ്ഞ് കരഞ്ഞപ്പോ ഇപ്പോഴാ കുഞ്ഞിനെ കളിപ്പിക്കാൻ വെളിയിലേക്ക് പോയത്. വെളിയിലോ? ആ എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. ഏയ്, ഞാൻ ഇവിടെ ഉണ്ട്. വാ വാ, മുകളിലേക്ക് വാ. വാ മോനെ കുരുവി. കുഞ്ഞ് കരഞ്ഞു. തോക്കെടുത്ത് കൊടുത്തപ്പോ ടപ്പേന്ന് കരച്ചിൽ നിർത്തി. അതിനറിയില്ലല്ലോ ഇത് പൊട്ടൂന്ന്. കളിച്ചോണ്ടിരിക്കുക. പക്ഷെ നീ അറിഞ്ഞുകൊണ്ട് കളിച്ചു. എവിടാ ഡയമണ്ട്? താടാ തരാൻ. ശിവദാസന് ജനിച്ച പുലിയല്ലേ നീ? അതുകൊണ്ടാ നിന്നെ കൂട്ടിലിട്ട് ഈ ഗോച്ച ഡീൽ ഉറപ്പിച്ചേ. എടാ, ഞാൻ ഡയമണ്ടിന് വേണ്ടി മാത്രമല്ല നിന്നെ കാണാൻ കൂടിയാ വന്നേ. നിന്റെ അച്ഛൻ നിന്നെ പറ്റി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരുപാട് പറഞ്ഞു. ഓടിപ്പോയി നിന്റെ അച്ഛനെ പറ്റി ഞാൻ എന്താ സംസാരിക്കുന്നതെന്ന് ചിന്തിക്കുക. നിന്റെ അച്ഛനങ്ങും പോയിട്ടില്ല, എന്റെ അടുത്തുണ്ട് അടിമയായിട്ട്. അവനെ കുറച്ച് കളി പഠിപ്പിക്കടാ. സൂപ്പർ അല്ലേ? നിന്നെ പോലെ തന്നെടാ നിന്റെ അച്ഛന് കാശ് ചോദിച്ചു വന്ന കൊച്ചിക്ക്. എന്നൊരു കോൺട്രാക്ട് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മുഴുവൻ വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് വിശ്വസിച്ച് അവനും ജനങ്ങളോടൊപ്പം ജോലി ചെയ്തു. ഈ കല്ല് കിംബർലൈറ്റ് അല്ലേ? ഈ കല്ല് കണ്ടാല് ഇതിന്റെ അടി തീർച്ചയായും വൈരം ഉണ്ടാവും. ആ സ്ഥലത്ത് വൈരം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഉള്ളിൽ വൈരം വെച്ചിട്ട് പുറമെ കാവൽ നിൽക്കാൻ ഞാനെന്താ ഭൂതമാ? ഇത് ഖനനം ചെയ്ത് നമ്മൾ എടുക്കുന്നത് തെറ്റാ. ഇത് ഗവൺമെന്റിനുള്ളതാണ്. നിന്റെ അച്ഛനത് എടുക്കുന്നത് എതിർത്തു. ന്യായമായിട്ട് പണിയെടുത്ത കാശ് മാത്രം ഞങ്ങൾക്ക് മതി. ഞങ്ങളുടെ നാട്ടിൽ പോവാം. പുറപ്പെടാം. പാവാടാ നിന്റെ അച്ഛൻ. എന്നെ പറ്റി നന്നായിട്ട് അറിയില്ല. കൊച്ചിയിൽ തന്നെ നിന്റെ അച്ഛനെ കൊന്ന് തള്ളണമെന്ന് വിചാരിച്ചു ഞാൻ. ഏയ്, നിന്റെ അച്ഛനെ ഒന്നും ചെയ്തിട്ടില്ലടാ ഞാൻ. ഖനനം ചെയ്ത നീയൊക്കെ ജീവനോടെ തന്നെ ഇരിക്കും. ഇല്ലെങ്കിൽ വേണ്ട മുതലാളി. നിന്റെ അച്ഛന്റെ കൂടെ വന്ന ജനങ്ങളെ മാത്രം കൊന്നു എന്റെ പാർട്ട്ണർ. ഏതോ ദൈവം വരുന്നത് പോലെ എന്റെ മകൻ വരും മകൻ വരുന്ന് പുലമ്പിക്കൊണ്ടേയിരുന്നു നിന്റെ അച്ഛൻ. പോയി പറയാൻ പോകുമല്ലേ അവൻ വരില്ല, ചത്തുപോയെന്ന്. നീ ഇങ്ങനെ ചാവാൻ പാടില്ല. ഇപ്പൊ എന്റെ പിള്ളേര് ലിഫ്റ്റിന്റെ വയറ് കട്ട് ചെയ്യാൻ പോവാ. അപ്പൊ ലിഫ്റ്റ് ഭൂമി പിടർന്ന് താഴേക്ക് പോവാൻ പോവാ. നീ മേലേക്ക് പോവാ. അതോ ശരിക്കും അച്ഛൻ പറഞ്ഞത് പാലിക്കണമെങ്കിൽ വാടാ. ആണാണെങ്കിൽ കൊച്ചിക്ക് വാടാ. ഏയ്, പൊക്കട മുകളിലേക്ക്. മുറിക്കടാ കേബിള്. ഭസ്മമായി പോകൂടാ, നീ നശിച്ചു പോകൂടാ. ഓടി. വേണ്ടത് പറ കോച്ച. ഇങ്ങോട്ട്. വേണ്ട. കേറി. അയ്യോ, വേണ്ട വേണ്ട കോച്ച. ഒന്ന് വാടാ, വേഗം വാടാ, വേഗം ചാട്, ചാട്, ചാടിക്കോ, വേണുവിനെ ചാടിക്കോ. രക്ഷിക്കാം, വേണുവിനെ രക്ഷിക്കാം നമുക്ക്. വാടാ, നോക്ക്, വാ.
എന്താ ഇത്? കാശ് തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നിട്ട് എന്താ ഇവിടെ? എന്താ മോളെ, എന്ത് പറ്റി? എന്ത് പറ്റി? ലിഫ്റ്റിൽ കുടുങ്ങിയടാ. നിന്റെ അച്ഛനൊന്നും പോയിട്ടില്ല, എൻ്റെ അടുത്തുണ്ട് അടിമയായിട്ട്. അതോ ശരിക്കും അച്ഛൻ പറഞ്ഞത് പാലിക്കണമെങ്കിൽ വാടാ, ആണാണെങ്കിൽ കൊച്ചിക്ക് വാടാ. മഹാബാബി നല്ലവനായിട്ട് വന്ന് നമ്മളെല്ലാം പറ്റിച്ചു പോയടാ. അച്ഛൻ കടക്കാരനെ ഓടിപ്പോയതല്ലമ്മേ, ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ വേണ്ടി പോയതാ. വേണു, നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോന്നേ? ലിഫ്റ്റിൽ അടച്ചിട്ട് താനാണെങ്കിലും കൊച്ചിക്ക് വരാൻ പറഞ്ഞില്ലേ, ഇനി ഞാൻ അവന്റെ എതിരാളിയല്ലടാ. അമ്മയുടെ മോൻ വേലയ്ക്ക് പോയല്ലേ കണ്ടിട്ടുള്ളൂ, വേട്ടയ്ക്ക് പോയിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇനി അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അറിയാത്ത നാട്ടിലേക്ക് തനിയാണോ പോണേ? നോക്കമ്മാ, ഇവനെ ഓർത്ത് അമ്മ വിഷമിക്കണ്ട. ഇവൻ എന്തെങ്കിലും വിഷമം വന്നാൽ സഹായിക്കാൻ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. വേണു, നീ ധൈര്യമായി പോടാ. കുടുംബത്തെ ഞാൻ നോക്കിക്കൊള്ളാം. ആ ഗോച്ചായെ പോയി കണ്ടിട്ട് പോടാ.